Welcome to Triple Profit Analytics Weekly Market View dated 2nd November. ഇന്ന് നമ്മൾ കവർ ചെയ്യുന്നത് 4th മുതൽ 8th നവംബർ വരെയുള്ള വീക്കാണ്. നെക്സ്റ്റ് വീക്കിൽ ഹോളിഡേയ്സ് ഒന്നുമില്ല. നമ്മൾ കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ ഓൾമോസ്റ്റ് എല്ലാ മൺഡേയും ഹോളിഡേയ്സ് ആണ് വന്നിരുന്നത് അല്ലേ. അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ ഒരു ട്രേഡിംഗ് ഡേ കുറയുമ്പോൾ ഈ പ്രത്യേകിച്ചും ഓപ്ഷൻസിൻ്റെ വീക്ക്ലി ഓപ്ഷൻസിൻ്റെ എക്സ്പയറി വന്നതിന് ശേഷം 5 ദിവസം ട്രേഡിംഗ് ഉണ്ടെങ്കിൽ മാത്രമാണ് കൃത്യമായിട്ടുള്ളൊരു മാർക്കറ്റിന് ഒരു സ്ട്രെങ്ത് ലഭിക്കുന്നുള്ളൂ അല്ലേ. അതെന്തായാലും ഇനി ഒക്ടോബർ മാസത്തെ പോലെയല്ല. നവംബർ മാസത്തിൽ നമുക്ക് 12th ഒരു ഹോളിഡേ വരുന്നുണ്ട്. പക്ഷേ എന്തായാലും ഒരു ഒറ്റ ഹോളിഡേ തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് ഹോളിഡേയ്സിൻ്റേത് മൂലമുള്ളൊരു പ്രോബ്ലം ഈ വീക്കിൽ ഉണ്ടാവില്ല. കഴിഞ്ഞ വീക്കിൽ നമ്മൾ നിഫ്റ്റി ഒക്ടോബർ മന്തിൻ്റെ ഫ്യൂച്ചേഴ്സ് എക്സ്പയറി തേഴ്സ്ഡേയിൽ 11,945 എന്നുള്ളൊരു ഹൈ സെറ്റ് ചെയ്യുന്നതാണ് കണ്ടത് അല്ലേ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീക്കിലി വ്യൂയിലും ഡിസ്കസ് ചെയ്തിരുന്നതാണ് നമ്മുടെ ഒരു വീക്കിലി ടാർഗറ്റായിട്ട് 11,950. ഓൾമോസ്റ്റ് 5 points ഷോർട്ടിൽ തന്നെയാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ സൺഡേയിൽ മുഹൂർത്ത ട്രേഡിങ്ങിൻ്റെ സമയത്ത് സൺഡേ 1 hourൻ്റെ ആ മുഹൂർത്ത ട്രേഡിംഗ് സമയത്ത് മാർക്കറ്റ് 43 points ഉയർന്നാണ് ക്ലോസ് ചെയ്തിരുന്നത് അല്ലേ. അപ്പോൾ അന്ന് 11,627 വളരെ നല്ലൊരു ക്ലോസിംഗ് ആണെന്ന് സൺഡേ ലഭിച്ചിരുന്നത്. അതിനുശേഷം നമ്മൾ കണ്ടു മൺഡേ ഹോളിഡേ ആയിരുന്നു. ട്യൂസ്ഡേയിൽ വളരെ നല്ലൊരു പുതിയ ഒരു വർഷത്തിൻ്റെ ഇതായിട്ടുള്ള വളരെ ഹോപ്പ്ഫുള്ളായിട്ടുള്ള ഒരു ഇയർ ആയിട്ട് ഓപ്പൺ ചെയ്തതെന്ന് 159 പോയിൻറ്റ്സിൻ്റെ ഒരു നല്ലൊരു റാലിയോടുകൂടിയാണ് മാർക്കറ്റ് ഈ വർഷം മുഹൂർത്ത് ട്രേഡിംഗ് കഴിഞ്ഞ് ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്തത്. എന്തായാലും നമുക്ക് കഴിഞ്ഞ ഒരു 1-2 മാസം മുമ്പ് ഒരുപക്ഷെ 11,900 ലെവലിലേക്ക് മാർക്കറ്റ് മുന്നേറുമെന്നുള്ള ഒരു എക്സ്പെക്റ്റേഷനെ കുറിച്ച് നമുക്ക് സംസാരിക്കാൻ പോലും പലർക്കും ധൈര്യം ഉണ്ടായിരുന്നില്ല അല്ലേ. അപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുള്ള കുറേ ചേഞ്ചസ് ഒരുപക്ഷെ എക്കണോമിയുടെ ഒരു സ്ലോ ഡൗൺ സിറ്റുവേഷനിൽ നിന്നും മാർക്കറ്റിന് എക്കണോമിയെ റീബൗണ്ട് ചെയ്യിക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് കുറേയധികം എഫർട്ട്സ് ഇടുന്നതിൻ്റെ മാർക്കറ്റിൻ്റെ റിയാക്ഷനാണ് ഇപ്പോഴത്തെ ഈ ഒരു റീബൗണ്ട് മാർക്കറ്റിൽ വന്നിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചേഞ്ച് വന്നത് നമ്മൾ കോർപ്പറേറ്റ് ടാക്സ് റേറ്റ് കട്ട് ചെയ്തതിൽ തന്നെയാണ്. അപ്പോൾ വരും ദിവസങ്ങളിൽ ഇപ്പോഴും നമ്മൾ റിയലി ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ലാത്ത ഒരു കാര്യമാണെങ്കിലും മറ്റൊരു മേജറായിട്ടുള്ള ഒരു റീഫോം കൂടെ ഗവൺമെൻറ് കൺസിഡർ ചെയ്യുന്നത് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ്, അതുപോലെ തന്നെ ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ ടാക്സും അതോടൊപ്പം തന്നെയുള്ള ഈ 2 ടാക്സുകളും എടുത്ത് കളഞ്ഞുകൊണ്ട് സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് എന്നുള്ളൊരു ടാക്സ്, ആ ഒരു ടാക്സ് ആക്ച്വലി നമ്മൾ ഓരോ ട്രേഡ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഓരോ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോഴും നമ്മുടെ ബ്രോക്കറേജിൻ്റെ ഒപ്പം തന്നെ നമ്മൾ പേ ചെയ്യുന്നൊരു ടാക്സാണ്. അപ്പോൾ ആ ടാക്സിൻ്റെ റേറ്റിൽ ചെറിയൊരു ചേഞ്ച് വരുത്തിക്കൊണ്ട് ഈ 2 ടാക്സുകളും എടുത്ത് കളയുകയാണെങ്കിൽ അതൊരു വലിയൊരു ചേഞ്ച് ആയിരിക്കും. എസ്പെഷ്യലി നമുക്കറിയാം ഈ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ശേഷമാണ് നമ്മുടെ മാർക്കറ്റിൽ ഈ മിഡ് ക്യാപ് സ്റ്റോക്കുകളിലൊക്കെ ഉണ്ടായിട്ടുള്ള ഈ ഷാർപ്പ് സെൽ ഓഫ് വന്നിട്ടുള്ളത് എന്നുള്ളത് ഒരു റിയാലിറ്റിയാണ് അല്ലേ. അപ്പോൾ അതൊരു പല സ്റ്റോക്കുകളുടെയും താഴത്തേക്കുള്ള ക്രാഷിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണമായി വന്നിട്ടുണ്ടായിരുന്നത് ഈ ഒരു ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നത് തന്നെയാണ്. അപ്പോൾ ആ ഒരു പ്രധാനപ്പെട്ട കാരണത്തിനെ തന്നെയാണ് ഗവൺമെൻറ് റിവേഴ്സ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് റിമൂവ് ചെയ്യുകയും ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ ടാക്സ് റിമൂവ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം വേറെ വേൾഡിൽ എവിടെ ഇല്ലാത്തൊരു കാര്യമാണ്. സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോഴാണ് നമുക്ക് ഇന്ത്യയിൽ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് എടുത്ത് കളഞ്ഞത് അല്ലേ. അപ്പോൾ വീണ്ടും ഈ സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് അങ്ങനെ തന്നെ നിർത്തിക്കൊണ്ട് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ ആക്ച്വലി 2 ടാക്സും വരികയാണ് ചെയ്തത് അല്ലേ. അപ്പോൾ ഏതെങ്കിലും ഒരു ടാക്സ് റിമൂവ് ചെയ്യുക എന്നുള്ളത് ആക്ച്വലി ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന്, എസ്പെഷ്യലി പെൻഷൻ ഫണ്ട്സ് പോലെയുള്ള ഇൻ്റർനാഷണൽ പെൻഷൻ ഫണ്ട്സ് പോലെയുള്ളവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇന്ത്യയിലേക്ക് വരാനായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അവർ വരുന്നതുകൊണ്ടുള്ള ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അവർ ലോങ്
ടൈമിലേക്കുള്ള ഫണ്ടാണ് പലപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഈ പെൻഷൻ ഫണ്ട്സ് 10 ഇയേഴ്സിലേക്കോ അല്ലെങ്കിൽ 15 ഇയേഴ്സിലേക്കോ 20 ഇയേഴ്സിലേക്കൊക്കെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഫണ്ട് വരുമ്പോൾ എപ്പോഴും മാർക്കറ്റിന് കൂടുതൽ സ്റ്റെബിലിറ്റിയും അതുപോലെ തന്നെ സ്ട്രെങ്ത്തും ലഭിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് റിമൂവ് ചെയ്തുകൊണ്ട് ഒരു സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സിൻ്റെ പെർസെൻറ്റേജിൽ ചെറിയൊരു ചേഞ്ച് വരുത്തുകയാണെങ്കിൽ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് കളക്ട് ചെയ്യുന്നത് ഒരു ഇയർ എൻഡിന് ശേഷം നമ്മൾ അതിന് ശേഷമൊക്കെയാണ് ഈ പേയ്മെൻറ്റ് വരുന്നത് എന്നുണ്ടെങ്കിൽ ഈ സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് നമ്മൾ ബ്രോക്കറേജിനൊപ്പം പേ ചെയ്യുന്നതുകൊണ്ട് തന്നെ അതെല്ലാം മന്ത്ലിയും ഗവൺമെൻറ്റിന് കളക്ഷനായിട്ട് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ അത് ഈസി ആയിട്ട് കളക്ട് ചെയ്യാവുന്നൊരു കാര്യമാണ്. അതേസമയം ഇത്രയധികം ഇൻവെസ്റ്റേഴ്സിനെ സത്യത്തിൽ മനസ്സ് മടുപ്പിക്കുന്ന ഒരു കാര്യവുമല്ല. അപ്പോൾ അതൊരു വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ചേഞ്ച് ആയിരിക്കും. അതുപോലെ തന്നെ എല്ലാ കമ്പനീസും അവരുടെ ഇൻകത്തിൽ ടാക്സ് പേ ചെയ്തതിന് ശേഷമുള്ള പ്രോഫിറ്റ് വീണ്ടും ഷെയർ ഹോൾഡേഴ്സിന് അതിൻ്റെ ഒരു വിഹിതം കൊടുക്കുമ്പോൾ അതിനെയും ടാക്സ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു ഡബിൾ ടാക്സേഷൻ തന്നെയാണ് അല്ലേ. അപ്പോൾ അതും റിയലി ഒരു എക്കണോമിയുടെ ഒരു നല്ല എക്കണോമിയുടെ ഒരു പാർട്ടല്ല അങ്ങനെയുള്ളൊരു ഡബിൾ ടാക്സേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഗവൺമെൻറ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു പ്രാക്ടിക്കൽ സെൻസോട് കൂടി ഇങ്ങനെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മാർക്കറ്റിന് വളരെ നല്ലൊരു ഇമ്പാക്റ്റ് വരുത്തുകയും അതുപോലെ തന്നെ കുറേയധികം ലോങ് ടൈം ആയിട്ട് ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പെൻഷൻ ഫണ്ട്സ് പോലുള്ളവർക്ക് വരികയാണെങ്കിൽ നമ്മുടെ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല ന്യൂസ് ആയിരിക്കും അത്. അങ്ങനെയുള്ള നമ്മുടെ ഇന്ത്യയിൽ കുറേയധികം ക്വാളിറ്റി കമ്പനീസ് ഉണ്ട്. ആ കമ്പനീസിലേക്ക് ഇങ്ങനെയുള്ള ഫണ്ട്സ് വരികയാണെങ്കിൽ പലപ്പോഴും നമുക്കറിയാം ഇപ്പോൾ കുറേയധികം മിഡ് ക്യാപ്പ് സ്റ്റോക്കുകൾ വളരെ ക്വാളിറ്റി മിഡ് ക്യാപ്പ് സ്റ്റോക്കുകൾ ബീറ്റൻ ഡൗൺ ആണ്. ഞാൻ പെന്നി സ്റ്റോക്സിനെ പറ്റിയോ അല്ലെങ്കിൽ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ള പല ബ്ലണ്ടേഴ്സിനെ തുടർന്ന് പല സ്റ്റോക്കുകളും വളരെ താഴെ പോയിട്ടുണ്ട്. അങ്ങനെയുള്ള സ്റ്റോക്കുകളെ കുറിച്ചല്ല പറയുന്നത്. നല്ല ബിസിനസ് മോഡൽ ഉണ്ടായിട്ടും ചില സ്റ്റോക്കുകളെല്ലാം അവർ പ്രൈസ് ക്രാഷ് ചെയ്ത് പോയിട്ടുണ്ട്. അങ്ങനെയുള്ള സ്റ്റോക്കുകളൊക്കെ വളരെ നല്ല രീതിയിൽ റീബൗണ്ട് ചെയ്തു വരും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതിൽ ഇപ്പോൾ ഒരുപക്ഷെ റീറ്റെയിൽ ക്ലയൻസിന് പറ്റാവുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ മാർക്കറ്റ് കണ്ടീഷൻസിൽ എല്ലാവരുടെയും നെഗറ്റീവ് ന്യൂസുകൾ തന്നെയാണല്ലോ. ആ നെഗറ്റീവ് ന്യൂസുകളെ കണ്ടു ഭയന്ന് മാറി നിന്ന് ഒരുപക്ഷെ ഈ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് കൂടെ ഈ മാസത്തിൽ റിമൂവ് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം ഫെബ്രുവരി മാസത്തിലാണ് ബജറ്റ് വരുന്നത്. പക്ഷേ ആ ബജറ്റിന് മുന്നോടിയായി തന്നെ ഈ നവംബർ മാസത്തിൽ അല്ലെങ്കിൽ ഡിസംബർ മാസത്തിൽ റിമൂവ് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് ഒരു പക്ഷേ ഇപ്പോഴത്തെ 12,103 എന്നുള്ള ഹൈ ബ്രേക്ക് ചെയ്തു ഒരു 12,000 ഒരു 498 ലെവലിലേക്കൊക്കെ മാർക്കറ്റ് പെട്ടെന്ന് തന്നെ മുന്നോട്ട് പോയേക്കാം. അപ്പോൾ റീറ്റെയിൽ ക്ലയൻസിനെ സംബന്ധിച്ചിടത്തോളം ആ ലെവലിലായിരിക്കും അവർക്ക് കോൺഫിഡൻസ് വന്ന് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് അവർ ശ്രമിക്കുക. അപ്പോൾ അവിടെയാണ് ആ മിസ്റ്റേക്ക് വരാനുള്ള സാധ്യത. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ റിസ്കി ആണെന്ന് തോന്നാം. പക്ഷേ ഇപ്പോൾ അങ്ങനെ ചെയ്യുന്ന ആക്ഷൻസ് നമുക്കൊരു കൃത്യമായിട്ടുള്ളൊരു കാര്യം മനസ്സിലാക്കിയിട്ട് അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അവിടെ റിസ്ക് ഇല്ല. പക്ഷേ ഇതെല്ലാം കൃത്യമായിട്ടുള്ള ഇൻഫോർമേഷനായിട്ട് ഗവൺമെൻറ്റിൻ്റെ അനൗൺസ്മെൻറ്റ് വന്നതിന് ശേഷം മാർക്കറ്റ് 12,500 ലെവലിൽ എത്തിയതിന് ശേഷം വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുമ്പോൾ അവിടെ നമുക്ക് റിട്ടേൺ മുകളിലേക്ക് കിട്ടാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. അതായത് എല്ലാം സംഭവിച്ചതിന് ശേഷം ആ റിയൽ റിസൾട്ടുകൾ വന്നതിന് ശേഷം ആണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതെന്നുണ്ടെങ്കിൽ അപ്പോഴേക്കും ഇവിടെ നിന്നുള്ളൊരു 600 പോയിൻറ്റ്സോളമുള്ള മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് നിഫ്റ്റിയിലുള്ള മൂവ്മെൻറ്റ് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. ആ ഒരു അവസരം നമുക്ക് ആക്ച്വലി മിസ്സായിട്ടുണ്ടാവും. അതാണ് റിയലി പലപ്പോഴും അതായത് മാർക്കറ്റ് അങ്ങനെയുള്ള ഇവൻസിനെ നേരത്തെ ഡിസ്കൗണ്ട് ചെയ്തിട്ടായിരിക്കും മുന്നോട്ട് പോകുക. അപ്പോൾ ആ റിയൽ ഇവൻറ്റ് നടക്കുന്നതിന് മുന്നോടിയായി തന്നെ അതിനെ ഏകദേശം കാൽക്കുലേറ്റ് ചെയ്യാവുന്ന അത്രയും അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന അത്രയും പവർഫുൾ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് മാർക്കറ്റിൽ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമുക്ക് അവസരം ഓൾറെഡി കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമുക്കൊരു കൺഫർമേഷൻ ലഭിക്കുന്നത്. പക്ഷേ അവിടെ നിന്ന് മാർക്കറ്റിൽ നിന്ന് പ്രോഫിറ്റ് എടുക്കാനുള്ള അവസരം പിന്നീട് ഉണ്ടാവണമെന്നില്ല. ഇനി നമുക്ക് കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ നിന്നും നവംബർ മന്തിലേക്കുള്ള ഫ്യൂച്ചേഴ്സിൻ്റെ റോൾ ഓവർ ഡാറ്റ ഒന്ന് നോക്കുമ്പോൾ നിഫ്റ്റിയുടെ റോൾ ഓവർ ഡാറ്റ വരുന്നത് 85% ആണ്. കഴിഞ്ഞ 3 months ആവറേജ് 74% ആണ്. അതായത് ഒരു ലോങ് പൊസിഷൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം ക്യാരി ഫോർവേഡ് ചെയ്തിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്
നമുക്ക് ഈ റോൾ ഓവർ ഡാറ്റയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ ഒരു ബുള്ളിഷ് ട്രെൻഡ് നിഫ്റ്റിക്ക് കണ്ടിന്യൂ ചെയ്യും നവംബർ മന്തിലും എന്ന് തന്നെ നമുക്ക് ഈ ഒരു ഇമ്പോർട്ടൻറ്റ് ഡാറ്റയിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. ബാങ്ക് നിഫ്റ്റിയുടെ റോൾ ഓവർ ഡാറ്റ നോക്കുമ്പോൾ 64% ആണ്. അത് ഓൾമോസ്റ്റ് കഴിഞ്ഞ 3 months ആവറേജിൻ്റെ അതേ ലെവലിൽ തന്നെയാണ് നിൽക്കുന്നത്. പിന്നെ മാക്സിമം കോൾ ഓപ്പൺ ഇൻട്രസ്റ്റ് വരുന്നത് 12,000 ലെവലിലാണ്. അതുപോലെ പുട്ട് ഓപ്ഷൻ ഇൻട്രസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് വരുന്നത് 11,600 ലെവലിലാണ്. അതുകൊണ്ട് തന്നെ 11,600 12,000 ഇടയിൽ തന്നെയുള്ള ഒരു ട്രേഡിംഗ് ആണ് ഇപ്പോഴത്തെ ഓപ്ഷൻ ഡാറ്റയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ഒക്ടോബർ മന്തിൽ നമ്മൾ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഷോർട്ട് പൊസിഷൻസ് എല്ലാം കവർ ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. ആ ഷോർട്ട് പൊസിഷൻസ് കവർ ചെയ്ത് കഴിഞ്ഞ് കാര്യമായിട്ടുള്ള ഷോർട്ട് പൊസിഷൻസ് ഒന്നും മാർക്കറ്റിൽ ഇല്ല ഇപ്പോൾ. അപ്പോൾ അത് കഴിഞ്ഞ് മാർക്കറ്റിന് മുകളിലേക്ക് പോകാനായിട്ട് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. പക്ഷേ ടെക്നിക്കലി മാർക്കറ്റിന് ഒരു സപ്ലൈ സോണിലാണ് ഇപ്പോൾ 12,000 താഴെ ട്രേഡ് ചെയ്യുന്നത് എന്നുള്ളൊരു റിയാലിറ്റിയാണ്. പക്ഷേ കൃത്യമായിട്ടുള്ള ഏതെങ്കിലും ഒരു പോസിറ്റീവ് ന്യൂസ് മാർക്കറ്റിൽ വരികയാണെങ്കിൽ മാർക്കറ്റ് 12,000 ബ്രേക്ക് ചെയ്തുകൊണ്ട് ലൈഫ് ടൈം ഹൈ ആയിരുന്ന 12,103 എന്നുള്ള ഒരു ലൈഫ് ടൈം ഹൈ ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത്. കഴിഞ്ഞ വീക്കിൽ നമ്മൾ BSE സെൻസെക്സ് ലൈഫ് ടൈം ഹൈ ബ്രേക്ക് ചെയ്യുന്നത് കണ്ടു. പക്ഷേ നിഫ്റ്റി ഇപ്പോഴും ലൈഫ് ടൈം ഹൈയിൽ നിന്നും ഓൾമോസ്റ്റ് ഒരു 200 points താഴെയാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കഴിഞ്ഞ വീക്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ക്യാഷ് സെഗ്മെൻറ്റിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് പൊസിഷൻ പ്രൊഫഷണലായിട്ടുള്ള ഡാറ്റ ഒന്ന് നോക്കുമ്പോൾ കാണാം നമുക്ക് 29th 876 crores ബയേഴ്സ് ആയിരുന്നു അവർ. October 30th 7,192 crores ഹെവി ആയിട്ടുള്ളൊരു ബൈയിങ്ങും, അതുപോലെ October 31st 1,870 crores ഒരു ബൈയിങ്ങും, November 1st 533 crores ബയേഴ്സും ആയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കഴിഞ്ഞ വീക്കിൽ പലപ്പോഴും നമ്മൾ കാണുകയുണ്ടായി. ഞങ്ങൾ നിഫ്റ്റിയിൽ പലപ്പോഴും ഒരു കറക്ഷനിൽ ബൈ ഓൺ ഡിപ്പ് എന്നുള്ള സ്ട്രാറ്റജി തന്നെയാണ് ഞങ്ങൾ കഴിഞ്ഞ വീക്കിൽ ഫോളോ ചെയ്തിരുന്നത്. ബേസിക് ആയിട്ടുള്ളൊരു കാര്യം ഇത് തന്നെയാണ്. മാർക്കറ്റിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ആക്റ്റീവായിട്ടുള്ള ബൈയിങ് നടക്കുമ്പോൾ നമ്മൾ മാർക്കറ്റിൽ ഷോർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് പലപ്പോഴും ഒരു ഡൗൺ ട്രെൻഡിനുള്ള ഇൻഡിക്കേഷൻസ് ടെക്നിക്കലി കാണിച്ചതിന് ശേഷം മുകളിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യുന്നതാണ് കഴിഞ്ഞ വീക്കിൽ കണ്ടത്. നമ്മുടെ അത് കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജി പ്ലാൻ ചെയ്തുകൊണ്ട് തന്നെ കഴിഞ്ഞ വീക്കിൽ നമ്മുടെ നിഫ്റ്റിയുടെ ഓപ്ഷൻസിൻ്റെ ഒറ്റ കോൾ തന്നെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യാതെ നമുക്ക് എല്ലാ റെക്കമെൻഡേഷൻസിനും പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനും വളരെ നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനും നമ്മുടെ നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ഫ്യൂച്ചേഴ്സിലും അതുപോലെ തന്നെ ഓപ്ഷൻസിലും നമുക്ക് സാധിക്കുകയുണ്ടായി. അപ്പോൾ നമ്മൾ ഓരോ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെയും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെയും എല്ലാം അവരുടെ മാർക്കറ്റിലെ അവരുടെ ആക്ടിവിറ്റീസ് കൃത്യമായി ട്രാക്ക് ചെയ്തുകൊണ്ട് തന്നെയായിരിക്കണം നമ്മുടെ ഓരോ ദിവസത്തെയും ട്രേഡിംഗ് സ്ട്രാറ്റജീസ് പ്ലാൻ ചെയ്യാനായിട്ട്. പലപ്പോഴും ടെക്നിക്കൽ അനാലിസിസ് മാത്രം ഉപയോഗിച്ച് ട്രേഡ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള സമയത്ത് പലപ്പോഴും അബദ്ധങ്ങളിൽ ചെന്ന് ചാടാറുണ്ട്. കാരണം മാർക്കറ്റിൽ ട്രേഡേഴ്സിനെ ഷോർട്ട് ചെയ്യിച്ചതിന് ശേഷമുള്ള ഷാർപ്പായിട്ടുള്ള റീബൗണ്ട്സ് ആയിരിക്കും ഇങ്ങനെയുള്ള സമയത്ത് ഉണ്ടാകുക. അപ്പോൾ പലപ്പോഴും ഹെവി ലോസസിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കറിയാം 11,757 എല്ലാം ഒരു ടെക്നിക്കലി ഒരു റെസിസ്റ്റൻസ് ഏരിയ ആണ്. പക്ഷേ വളരെ സ്മൂത്തായിട്ടാണ് ആ ലെവലിലെല്ലാം ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് മാർക്കറ്റ് പോയത്. അപ്പോൾ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഡാറ്റ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കഴിഞ്ഞ വീക്കിൽ നമ്മുടെ ട്രേഡ്സിൽ ഇത്രയധികം പ്രോഫിറ്റ് നേടാനുണ്ടായ ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മൾ ആ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ആക്ടിവിറ്റി ട്രാക്ക് ചെയ്യുകയും അതിനനുസരിച്ച് തന്നെ നമ്മുടെ ട്രേഡ്സ് പ്ലാൻ ചെയ്തതും തന്നെയാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് കഴിഞ്ഞ വീക്കിൽ നമുക്കൊരു ട്രേഡിംഗ് പാറ്റേൺ ഒന്ന് നോക്കാം. കഴിഞ്ഞ പ്രീവിയസ് വീക്കിൽ നമുക്കറിയാം മാർക്കറ്റ് ഒന്ന് കൺസോളിഡേറ്റ് ചെയ്ത വീക്കാണ്. ഒരു റാലി കഴിഞ്ഞതിന് ശേഷം ദീപാവലിക്ക് മുന്നോടിയായിട്ട് മാർക്കറ്റ് ഒന്ന് കൺസോളിഡേറ്റ് ചെയ്ത് 78 points താഴ്ന്ന് നമ്മൾ കണ്ടതാണ്. 11,583 മാർക്കറ്റ് ക്ലോസ് ചെയ്തിരുന്നത്. അതിനുശേഷം ദീപാവലിയുടെ മുഹൂർത്ത് ട്രേഡിംഗ് ആയിരുന്നു സൺഡേ 27th October. അന്ന് 43 points ഉയർന്ന് ക്ലോസ് ചെയ്ത മാർക്കറ്റ്. മൺഡേ ഹോളിഡേ ആയിരുന്നു. അതിനുശേഷം 29th 159 points ഒരു നല്ല ഷാർപ്പായിട്ടുള്ള ഒരു മൂവ്മെൻറ്റോട് കൂടി ഒരു പുതിയ ഒരു സമ്പത്ത് 2076 വളരെ നല്ലൊരു ട്രേഡിങ്ങോടുകൂടി തന്നെയാണ് അന്ന് സ്റ്റാർട്ട് ചെയ്തത്. അതിനുശേഷം 30th October 57 points ഉയർന്ന് ക്ലോസ് ചെയ്ത മാർക്കറ്റ് 31st അന്ന് ഒക്ടോബർ മന്തിൻ്റെ ഫ്യൂച്ചേഴ്സ് എക്സ്പയറി ആയിരുന്നു. അന്ന് 33 points ഉയർന്ന് പുതിയൊരു ഹൈ ആയിട്ടുള്ള 11,945 അന്ന് സെറ്റ് ചെയ്യുകയുണ്ടായി. അതിനുശേഷം
ഈ റീസെൻറ്റ് റാലിയിലുള്ള പുതിയ ഹൈ ലൈഫ് ടൈം ഹൈ നിൽക്കുന്നത് 12,103 അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു ടാർഗറ്റ് ലെവലായിരുന്നു 11,950 കഴിഞ്ഞ 950 945 ടെസ്റ്റ് ചെയ്തതിന് ശേഷമുള്ള ഒരു പുൾ ബാക്കിലാണ് മാർക്കറ്റ് 1 നവംബറിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. എന്തായാലും 1 നവംബറിനും 13 പോയിൻറ്റ്സിൻ്റെ ഒരു അപ്വേർഡ് മൂവ്മെൻ്റ് ആണ് ലഭിച്ചത്. അതായത് നമുക്ക് കാണാൻ സാധിക്കും കഴിഞ്ഞ 5 ഡേയ്സിലും മാർക്കറ്റ് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ക്ലോസിങ്ങോടുകൂടി തന്നെയാണ് മാർക്കറ്റ് ഇപ്പോൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടുത്തായിട്ട് നമുക്കിനി നിഫ്റ്റിയുടെ വീക്ക്ലി ചാർട്ടൂടെ ഒന്ന് നോക്കാം. നമ്മളിപ്പോൾ കാണുന്നത് നിഫ്റ്റിയുടെ വീക്ക്ലി ചാർട്ടാണ്. നമുക്ക് ഒക്ടോബർ മാസത്തിൽ കടന്നതിന് ശേഷമുള്ള വീക്സിൽ 130 പോയിൻറ്റ്സിൻ്റെ ഒരു പോസിറ്റീവ് ക്ലോസിംഗ് ആണ് ഫസ്റ്റ് വീക്കിൽ ലഭിച്ചിരുന്നത്. സെക്കൻഡ് വീക്കിൽ 356 പോയിൻറ്റ്സിൻ്റെ ഒരു വളരെ പോസിറ്റീവായിട്ട് ക്ലോസിങ്ങും അതിനുശേഷം 77 പോയിൻറ്റ്സിൻ്റെ ഒരു മൈനസ് ആയിട്ടുള്ളൊരു ക്ലോസിങ്ങും അതിനുശേഷം ഇപ്പോൾ നമുക്കറിയാം 307 പോയിൻറ്റ്സിൻ്റെ ഒരു വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ക്ലോസിങ്ങുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ 11,945 ഒരു ഹൈ സെറ്റ് ചെയ്ത ഈ വീക്കിൽ നമുക്കറിയാം മാർക്കറ്റ് ഓൾമോസ്റ്റ് ലൈഫ് ടൈം ഹൈ ആയിട്ടുള്ള 12,103 എന്നുള്ളൊരു ലെവലിലേക്ക് തന്നെയാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ആ ട്രെൻഡ് ലൈനിൽ നോക്കുമ്പോൾ നമുക്കറിയാം 11,760 നിന്നും 10,004 ഒരു ലോ സെറ്റ് ചെയ്ത മാർക്കറ്റ് വീണ്ടും 12,103 എന്നുള്ള ലെവലിൻ്റെ ഒരു ഹൈ സെറ്റ് ചെയ്ത മാർക്കറ്റ് വീണ്ടും താഴെ ലെവലിലുള്ള ട്രെൻഡ് ലൈനിൽ 10,637 ലോ ടെസ്റ്റ് ചെയ്തു. അതിനുശേഷം വീണ്ടും ഇപ്പോൾ ഈ 12,103 എന്നുള്ളൊരു ലെവൽ ബ്രേക്ക് ചെയ്ത് നമുക്കറിയാം ഒരു 12,500 ലെവലിലേക്കുള്ള ഒരു മൂവ്മെൻ്റാണ് ഇപ്പോൾ നടക്കുന്നത്. അതിന് പോസിറ്റീവായിട്ടുള്ള കുറച്ച് ന്യൂസുകളൂടെ ലഭിക്കുകയാണെങ്കിൽ എസ്പെഷ്യലി ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സിൻ്റെ റിമൂവൽ എന്നുള്ളൊരു പോസിറ്റീവായിട്ടുള്ള ന്യൂസ് വരികയാണെങ്കിൽ നമ്മുടെ മാർക്കറ്റ് 12,500 ലെവലിലേക്കുള്ളൊരു മൂവ്മെൻ്റ് ആയിരിക്കും ഈ ഒരു വീക്ക്ലി അനാലിസിസിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്. എന്തായാലും മാർക്കറ്റിൻ്റെ എക്കണോമിയുടെ ഒരു സ്ലോ ഡൗൺ എന്നുള്ളൊരു റിയൽ ഇഷ്യൂ അവിടെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഹൈ ലെവൽസിൽ പ്രോഫിറ്റ് ബുക്കിംഗ് കൂടെ നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യണം. എന്തായാലും മേജറായിട്ടുള്ള നിഫ്റ്റി സ്റ്റോക്സ് പോലെ അങ്ങനെയുള്ള മേജർ സ്റ്റോക്കുകളിൽ പക്ഷേ ഉള്ളൊരു മൂവ്മെൻറ്റോട് കൂടി ആയിരിക്കാം ഒരു പക്ഷേ ഈ 12,500 മാർക്കറ്റ് മൂവ് ചെയ്യുക. എന്തായാലും മാർക്കറ്റിൻ്റെ ആ ഒരു ടോട്ടലായിട്ടുള്ള ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സിൽ നിന്ന് മാർക്കറ്റ് മാറി ബുള്ളിഷ് ആയിട്ടുള്ള നമുക്കറിയാം 200 DMA ഇപ്പോൾ വരുന്ന ഒരു ലെവലിൽ നിന്നെല്ലാം മാർക്കറ്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണല്ലേ. അപ്പോൾ ഈ ഒരു 11,328 എന്നുള്ളൊരു ലെവൽ 200 DMA വരുന്ന ആ ഒരു ലെവലിന് മുകളിലേക്ക് മാർക്കറ്റ് വന്നതിന് ശേഷം കൃത്യമായിട്ടൊരു ബുള്ളിഷ് സോണിൽ തന്നെയാണ് നിഫ്റ്റി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വരും ദിവസങ്ങളിലും ഈ ബുള്ളിഷ് ട്രെൻഡ് ഓരോ ഇൻ്റർമീഡിയൻ്റ് ആയിട്ടുള്ള ഒരു കറക്ഷൻ ഉണ്ടായേക്കാം. എങ്കിലും ഈ ഒരു 200 DMAക്ക് മുകളിൽ 11,328 മുകളിൽ മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്ന അത്രയും സമയം തന്നെ ഈ ബുള്ളിഷ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുമെന്ന് തന്നെയാണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് ഇപ്പോൾ കാണുന്ന ഈ മന്ത്ലി ചാർട്ട് കൂടെ നോക്കുക. നമുക്ക് നിഫ്റ്റിയുടെ മന്ത്ലി ചാർട്ട് നോക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ ജൂലൈ മാസത്തിൽ ജൂലൈ 2018 670 പോയിൻറ്റ്സിൻ്റെ കറക്ഷനാണ് നമ്മൾ കണ്ടതല്ലേ. അതിനുശേഷം ഓഗസ്റ്റ് മന്തിൽ 10,637 ഒരു ലോ സെറ്റ് ചെയ്ത ഓഗസ്റ്റ് മാസത്തിൻ്റെ ഒരു ക്യാൻഡിലാണ്. ഇവിടെ ഒരു ക്യാൻഡിൽ മന്തിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതിനുശേഷം സെപ്റ്റംബർ മാസത്തിൽ 451 പോയിൻറ്റ്സിൻ്റെ ഒരു അപ്വേർഡ് മൂവ്മെൻറ്റ് ആണ് മാർക്കറ്റിൽ കണ്ടതല്ലേ. അതിനുശേഷം ഒക്ടോബർ മന്തിൽ 403 പോയിൻറ്റ്സിൻ്റെ മൂവ്മെൻറ്റും ഉണ്ട്. അതായത് സെപ്റ്റംബർ ഒക്ടോബർ മന്തിൽ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 850 പോയിൻറ്റ്സിൻ്റെ ഒരു മൂവ്മെൻറ്റാണ് നമുക്ക് ലഭിച്ചത്. അപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു ഡോജി ക്യാൻഡിലാണ് ഓഗസ്റ്റ് മന്തിൽ കാണുന്നത്. ഇങ്ങനെയുള്ള ഒരു ഡോജി ക്യാൻഡിൽ കൃത്യമായിട്ട് മാർക്കറ്റിൽ ഒരു സെൽ ഓഫിന് ശേഷം അല്ലെങ്കിൽ ഒരു ബുള്ളിഷ് ആയിട്ടുള്ള ഒരു റാലിക്ക് ശേഷം ഇങ്ങനെ ഒരു ഡോജി ക്യാൻഡിൽ വന്നാൽ അതെപ്പോഴും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ട്രെൻഡ് റിവേഴ്സലുള്ള പോസിബിലിറ്റിയാണ്. അത് എസ്പെഷ്യലി ഇങ്ങനെയുള്ള മന്ത്ലി ചാർട്ടിലൂടെ ആണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ട്രെൻഡ് റിവേഴ്സൽസ് നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ഇൻഡിക്കേഷനാണ്. അത് കൃത്യമായിട്ട് നമുക്ക് ജൂലൈ മാസത്തിൽ 670 പോയിൻറ്റ്സിൻ്റെ സെൽ ഓഫിന് ശേഷം ഓഗസ്റ്റ് മാസത്തിൽ ഒരു ഡോജി ക്യാൻഡിലാണ്. അതിനുശേഷം സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ വീണ്ടും ഓൾമോസ്റ്റ് ഈ 670 പോയിൻറ്റ്സിൻ്റെ സെൽ ഓഫിന് മുകളിലേക്ക് ഓൾമോസ്റ്റ് 850 പോയിൻറ്റ്സിൻ്റെ ഒരു റാലിയോട് കൂടി ഇപ്പോൾ നവംബർ മന്തിൻ്റെ ഒരു 1 ഡേയുടെ മാത്രം ക്യാൻഡിലാണ് അവിടെ കാണുന്നത്. അപ്പോൾ നവംബർ മന്തിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും മാർക്കറ്റിൻ്റെ ഒരു ബുള്ളിഷ് ടോൺ കൃത്യമായിട്ട് നമുക്ക് ഈ മന്ത്ലി ചാർട്ടിലെ അനാലിസിസിൽ നിന്ന് കാണാം. അപ്പോൾ ഇവിടെ ഈ ഒരു മന്ത് കൂടെ ഒരു പക്ഷേ ഒരു 400 പോയിൻറ്റ്സിൻ്റെ ഒരു അപ്വേർഡ് മൂവ്മെൻറ്റിനുള്ള പോസിബിലിറ്റി ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യം എല്ലാവരും മൈൻഡിൽ കീപ്പ് ചെയ്യുക. എന്തായാലും അങ്ങനെയുള്ള ഒരു പൊസിഷൻ എനിക്കറിയാം നമ്മുടെ ഈ വീക്കിലി
വീക്ക്ലി വ്യൂ അനലൈസ് ചെയ്യുന്നതിൽ നിന്നും പല 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 ട്രേഡേഴ്സും പൊസിഷൻസ് എടുക്കുന്നുണ്ടെന്നുള്ള കാര്യം. അപ്പോൾ കഴിഞ്ഞ വീക്കിൽ കുറേയധികം പേര് അതിൻ്റെ കഴിഞ്ഞ ഫസ്റ്റ് ടാർഗറ്റ് ആയിരുന്ന 11,757 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 11,950 എന്നുള്ള ലെവലിലേക്ക് മുന്നോട്ട് പോകുമെന്നുള്ളൊരു കാര്യം ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ട് പലരും എനിക്ക് മെസ്സേജസ് ഒക്കെ അയക്കുകയുണ്ടായി. അപ്പോൾ അത് നിങ്ങൾ എപ്പോഴും ആ ഒരു കൃത്യമായിട്ടുള്ള ലെവൽസ് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഈ ചാർട്ട് തന്നെയും കൃത്യമായിട്ട് ഞങ്ങളുടെ വെബ്സൈറ്റിൻ്റെ ഏറ്റവും താഴെ പബ്ലിഷ് ചെയ്യുന്നുണ്ട്, എല്ലാ വീക്കിലും പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അത് എസ്പെഷ്യലി ഫോളോ ചെയ്തുകൊണ്ട് നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് നേടുന്ന കുറേയധികം ക്ലയൻസ് ഉണ്ട്, ഈ യൂട്യൂബ് വ്യൂവേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഇൻട്രാഡേയിലുള്ള റെക്കമെൻഡേഷൻസ് ഞങ്ങളുടെ ആപ്ലിക്കേഷനോട് ലഭിക്കുമ്പോൾ അതും വളരെ ഫാസ്റ്റായിട്ട് ലഭിക്കുന്ന ആപ്ലിക്കേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് ട്രേഡ് ചെയ്ത് വളരെ നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് നേടാനായിട്ട് സാധിക്കുന്ന കുറേയധികം ക്ലയൻസും ഉണ്ട്. അപ്പോൾ ഞങ്ങളുടെ നിഫ്റ്റിയിലുള്ള എക്സ്പെർട്ടൈസ് കൃത്യമായിട്ട് പ്രോഫിറ്റാക്കി മാറ്റാൻ സാധിക്കുന്ന രീതിയിൽ തന്നെയാണ് ഞങ്ങളത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള ഇത്രയും ഡീപ്പായിട്ടുള്ള ഒരു അനാലിസിസ്. ആക്ച്വലി ഞാൻ ഈ അനാലിസിസ് ചെയ്യുന്നത് എൻ്റെ നെക്സ്റ്റ് വീക്കിലേക്കുള്ള എൻ്റെ പ്രിപ്പറേഷൻ്റെ ഭാഗമായി തന്നെയാണ്. ആ ഡീറ്റെയിൽ അനാലിസിസ് തന്നെയാണ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് പ്രോഫിറ്റ് നേടാൻ സാധിക്കുന്നു എന്നുള്ള അറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. അതോടൊപ്പം തന്നെ അതിലുള്ള റിസ്ക് ഫാക്ടർ കൂടെ ഞാൻ പറയുകയാണ്. നമുക്ക് നിഫ്റ്റിയുടെ ഞങ്ങളുടെ പൊസിഷൻസിൻ്റെ ഞങ്ങളുടെ ടാർഗറ്റ്സിൻ്റെ എല്ലാം ബേസ് ചെയ്തുകൊണ്ട് നിഫ്റ്റി ഫ്യൂച്ചേഴ്സിൽ നിങ്ങൾ ട്രേഡ് ചെയ്യുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യമാണ്. പക്ഷേ അതിനൊപ്പം ഇപ്പം ഞാനൊരു 12,000 മുകളിലേക്കൊരു ടാർഗറ്റ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതിന് മുകളിലേക്കുള്ള ഓപ്ഷൻസ് ഉണ്ട്. കോൾ ഓപ്ഷൻസ് ബൈ ചെയ്ത് ഹോൾഡ് ചെയ്യുമ്പോൾ, എസ്പെഷ്യലി വീക്ക്ലി ഓപ്ഷൻസ് ബൈ ചെയ്ത് ഹോൾഡ് ചെയ്യുമ്പോൾ അടുത്ത തേഴ്സ്ഡേക്ക് മുന്നോടിയായിട്ടുള്ള ഒരു പുൾ ബാക്ക് വന്നതിന് ശേഷം നെക്സ്റ്റ് വീക്കിലാണ് മാർക്കറ്റിൻ്റെ ആ ബ്രേക്ക്ഔട്ട് ലഭിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഓപ്ഷൻസിൽ കാര്യമായിട്ടുള്ള ലോസുകൾ വരും അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഓപ്ഷൻസ് പൊസിഷണലായിട്ട് ഹോൾഡ് ചെയ്യുന്നത് വെറി റിസ്കി ആയിട്ടുള്ളൊരു കാര്യമാണ്, എസ്പെഷ്യലി നിഫ്റ്റിയിലൊരു ടാർഗറ്റ് പ്രതീക്ഷിച്ചുകൊണ്ട്. ഒരുപക്ഷെ അടുത്ത ഒരു വീക്കിൻ്റെ ഗ്യാപ്പ്, ഒരു വീക്കിന് ശേഷമാണ് നമ്മുടെ ആ ടാർഗറ്റിലേക്ക് പോകുന്നതെന്നുണ്ടെങ്കിൽ അതിനിടയിൽ വരുന്ന പുൾ ബാക്കിൽ ഈ ഓപ്ഷൻസ് ഇപ്പോൾ 12,000 മുകളിലേക്ക് നെക്സ്റ്റ് വീക്കിൽ മാർക്കറ്റ് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു 12,100 കോൾ ഓപ്ഷനാണ് ഹോൾഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് 0 ആയി പോകും അല്ലേ അടുത്ത തേഴ്സ്ഡേയിൽ. അപ്പോൾ അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പോയിൻ്റാണ്. നിഫ്റ്റി ഫ്യൂച്ചർ ഒരു പക്ഷേ നമുക്കത് ഹോൾഡ് ചെയ്ത് അടുത്ത വീക്കിലോ അല്ലെങ്കിൽ നെക്സ്റ്റ് വീക്കിലേക്ക് ഹോൾഡ് ചെയ്തുകൊണ്ട് നമുക്കത് തിരിച്ച് പ്രോഫിറ്റിലേക്ക് വരുന്നവരെ വെയിറ്റ് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഓപ്ഷൻസിൽ അങ്ങനെയുള്ള പോസിബിലിറ്റി ഇല്ല, അതിന് എക്സ്പയറി ഡേറ്റ് വരുന്നതുകൊണ്ട്. അതുകൊണ്ട് വളരെ കെയർഫുള്ളായിരിക്കണം ഇങ്ങനെയുള്ള പൊസിഷൻസ്. ഞാൻ പറയുന്ന ഈ ടാർഗറ്റ്സ് ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾ പൊസിഷൻസ് ഓപ്ഷൻസിൽ എടുക്കുമ്പോൾ എന്നുള്ളൊരു കാര്യം. ഞങ്ങൾ ഓപ്ഷൻസിൽ പലപ്പോഴും ഞങ്ങൾ ഇൻട്രാഡേ തന്നെയാണ് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് പോകുന്നത്. അതേസമയം ഞങ്ങൾ നിഫ്റ്റിയുടെ ഓപ്ഷൻസിൽ നിഫ്റ്റിയുടെ ഫ്യൂച്ചേഴ്സിൽ ഞങ്ങൾ ഫ്രീക്വൻ്റ് ആയിട്ട് ഞങ്ങൾ പൊസിഷണലായിട്ട് പൊസിഷൻസ് എടുക്കാറുണ്ടെന്നുണ്ടെങ്കിലും ഓപ്ഷൻസിൻ്റെ ഞങ്ങളുടെ പ്രീമിയം എന്നൊരു പാക്കുണ്ട്. അതിൽ ഞങ്ങൾ ഏറ്റവും കൺഫേംഡ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനില്ല. അതുപോലെ തന്നെ ഓപ്ഷൻസ് പൊസിഷനൊക്കെ അനലൈസ് ചെയ്തിട്ട് കൃത്യമായിട്ടുള്ളൊരു പൊസിഷൻ ഒരു മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ബ്രേക്ക്ഔട്ടിൻ്റെ ആ മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പോയിന്റിൽ മാത്രമാണ് ഓൾമോസ്റ്റ് ഞങ്ങളുടെ പ്രീമിയം പൊസിഷനിലാണെങ്കിലും അന്ന് തന്നെ ബുക്ക് ചെയ്യാവുന്ന ഒരു 90% അന്ന് തന്നെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാവുന്ന ഒരു സിറ്റുവേഷൻ ഉള്ളപ്പോഴാണ് ഞങ്ങൾ പ്രീമിയം റെക്കമെൻഡേഷൻ കൊടുക്കുന്നത്. അതേസമയം അല്ലെങ്കിൽ ഒരു മാക്സിമം ഒരു 1 ഡേ അല്ലെങ്കിൽ ഒരു 2 ഡേയ്സിൻ്റെ അപ്പുറത്തേക്ക് പോകാവുന്ന രീതിയിലുള്ള ഒരു പൊസിഷൻ ഞങ്ങൾ എടുക്കാറില്ല. കാരണം ഓരോ ദിവസം കഴിയുന്നതോറും ഈ ഓപ്ഷൻ്റെ പ്രീമിയം ഷ്രിങ്ക് ചെയ്യുന്നത് തന്നെയാണ് അതിനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം. എന്തായാലും നമുക്ക് അടുത്തായിട്ട് നമുക്ക് നിഫ്റ്റിയുടെ ഒരു ഡിമാൻഡ് സപ്ലൈ സോൺ ഡെയിലി ചാർട്ടിലൊന്ന് നോക്കാം. അപ്പോൾ നിഫ്റ്റിയുടെ ഡിമാൻഡ് സപ്ലൈ സോണിൽ നമ്മൾ കാണുന്നതാണ് ഡിമാൻഡ് സോൺ വരുന്നത് 11,189 11,341 എന്നുള്ളൊരു ലെവലിലാണ്. ഈ കഴിഞ്ഞ വീക്കിലെ ക്ലോസിംഗ് 11,890 അപ്പോൾ കുറേ താഴെയാണ് ഡിമാൻഡ് സോൺ വരുന്നത്. പക്ഷേ സപ്ലൈ സോൺ നമുക്ക് കാണാം കൃത്യമായിട്ട്. കഴിഞ്ഞ വീക്കിൽ സപ്ലൈ സോൺ നമ്മൾ ഡിസ്കസ് ചെയ്ത ആ സപ്ലൈ സോണിലേക്ക് മാർക്കറ്റ് എൻ്റർ ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഒരു 11,839 അതുപോലെ തന്നെ 11,969 എന്നുള്ളതാണ് സപ്ലൈ സോൺ വരുന്നത്. അപ്പോൾ ആ സപ്ലൈ സോണിൽ നിന്നും ഒരു റിവേഴ്സലിനുള്ള പൊട്ടൻഷ്യൽ എപ്പോഴും മാർക്കറ്റിനുണ്ടാവും. അത് 11,969 മുകളിലേക്ക് മാർക്കറ്റ് ബ്രേക്ക്ഔട്ട് ചെയ്യുകയാണെങ്കിൽ ആ ട്രെൻഡ് കൃത്യമായിട്ട് കണ്ടിന്യൂ ചെയ്യും. പക്ഷേ ഇവിടെ നിന്നൊരു പുൾ ബാക്ക് വരാനും അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വരാനുള്ള പൊട്ടൻഷ്യൽ കൂടുതലുണ്ട്. ഇവിടെയാണ് ഈ ലെവലിലാണ് പ്രീവിയസ് ടൈം മാർക്കറ്റ് ടെസ്റ്റ് ചെയ്തപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം പ്രോഫിറ്റ് ബുക്ക് ചെയ്ത ഒരു പൊസിഷൻ എന്നുള്ളൊരു കാര്യം, ഒരു റേഞ്ച് എന്നുള്ള കാര്യം കൃത്യമായിട്ട് മൈൻഡിൽ കീപ്പ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നും ഷാർപ്പായിട്ടുള്ള ഒരു പുൾ ബാക്കിന് ശേഷമായിരിക്കാം അടുത്ത മാർക്കറ്റിൻ്റെ മുന്നോട്ടുള്ള ഒരു അടുത്ത മൂവ്മെൻറ്റ് വരുന്നത്. എന്തായാലും മാർക്കറ്റ് ബുള്ളിഷാണ്, മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ
ഒരു സപ്ലൈ സോണിലാണ് മാർക്കറ്റ് എന്നുള്ളൊരു കാര്യം നമ്മൾ റിമൈൻഡ് ചെയ്യുക. ഇത് ഭയപ്പെടുത്താൻ പറയുന്നതല്ല, പക്ഷേ നമ്മൾ കോഷ്യസ് ആയിട്ട് നമ്മുടെ പ്രോഫിറ്റിലുള്ള പൊസിഷൻസ് ബുക്ക് ചെയ്യാൻ പലരും 10-20% പ്രോഫിറ്റായിട്ട് പോലും പല സ്റ്റോക്കുകളിലും പ്രോഫിറ്റ് ബുക്ക് ചെയ്യാതിരിക്കുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ കോഷൻ. നിങ്ങൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നതിനെക്കുറിച്ച് സീരിയസ് ആയിട്ട് ആലോചിക്കുക. അതിനുശേഷം അടുത്ത പുൾ ബാക്കിൽ എൻട്രി ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിക്കുക. ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു ഷോർട്ട് ടൈം ഇൻവെസ്റ്റർ ആണ് നിങ്ങളെന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ് എടുക്കേണ്ട സമയമായി, നമ്മൾ സപ്ലൈ സോണിലാണ് എന്നുള്ള പോയിന്റ് മൈൻഡിൽ കീപ്പ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തായിട്ട് നമുക്ക് നിഫ്റ്റിയുടെ ഇനി മെയിൻ ആയിട്ടുള്ള ഒരു ചാർട്ട് നോക്കാം. നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് 11,328 ഒരു 200 DMAക്ക് മുകളിൽ മാർക്കറ്റ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ വീക്കിലെ ക്ലോസിംഗ് ആയിട്ടുള്ള 11,890 നിന്നും മാർക്കറ്റ് ഒന്ന് പുൾ ബാക്ക് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് സപ്പോർട്ട് ലഭിക്കുക 11,757 അതിന് താഴെ 11,516 അതിന് തൊട്ട് താഴെ വരുന്നത് 200 DMA ആയിട്ടുള്ള 11,328 ഒരു സപ്പോർട്ട് തന്നെയായിരിക്കും. അതേസമയം മുകളിലേക്ക് മാർക്കറ്റിന് 11,950 ആദ്യത്തെ പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് വരുന്നത്. കഴിഞ്ഞ ദിവസം അവിടെ വന്ന് ടെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് മാർക്കറ്റ് താഴെ വന്നിട്ടുള്ളത്. അതിന് മുകളിലേക്ക് ലൈഫ് ടൈം ഹൈ ആയിട്ടുള്ള 12,103 ആയിരിക്കും പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് വരുന്നത്. ഞാൻ ഈ 12,103 എന്നൊരു ലെവലിന് മുകളിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യുകയാണെങ്കിൽ വളരെ ഷാർപ്പായിട്ടും മാർക്കറ്റ് ഒരു 12,598 വരെയുള്ള ഒരു മൂവ്മെൻ്റ് ആയിരിക്കും അവിടെ നിന്ന് വരുന്നത്. ഓൾമോസ്റ്റ് ഒരു 400 to 500 പോയിൻറ്റ്സിൻ്റെ ഷാർപ്പ് ഒരു മൂവ്മെൻ്റ് ആയിരിക്കും അവിടെ നിന്ന് അങ്ങോട്ട് മാർക്കറ്റ് മൂവ് ചെയ്യുകയാണ് ഉണ്ടാവുക. പക്ഷേ 12,103 ലെവൽ അതുപോലെ തന്നെ 11,950 ലെവലൊക്കെയും കൃത്യമായിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയസ് ആണ്. അതുകൊണ്ട് തന്നെ ഇത്രയും ഷാർപ്പായിട്ട് മൂവ് ചെയ്തുകൊണ്ട് അവിടെ പ്രോഫിറ്റ് ബുക്കിംഗ് എക്സ്പെക്റ്റ് ചെയ്യണം. പക്ഷേ അപ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അത് എസ്പെഷ്യലി ഈ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സിൻ്റെ റിമൂവൽ എന്നൊരു ന്യൂസ് വരികയാണെങ്കിൽ 12,598 എന്നുള്ളൊരു ലെവലിലേക്ക് വളരെ ഷാർപ്പായിട്ട് മാർക്കറ്റ് റീബൗണ്ട് ചെയ്യും എന്നുള്ള ഒരു പോയിന്റ് നമ്മളെപ്പോഴും കൃത്യമായിട്ട് മൈൻഡിൽ കീപ്പ് ചെയ്യുക എന്നുള്ളത്. അതോടൊപ്പം തന്നെ ആ ലെവലിൽ 12,103 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഷോർട്ട് പൊസിഷൻസ് പരമാവധി അവോയ്ഡ് ചെയ്യാനായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കണം. അടുത്തായി നമുക്കിനി നെക്സ്റ്റ് വീക്കിലെ ട്രേഡിംഗ് സ്ട്രാറ്റജി ഒന്ന് പ്ലാൻ ചെയ്യാം. നെക്സ്റ്റ് വീക്കിൽ കുറേയധികം നല്ല Q2 റിസൾട്ട്സ് ഡിക്ലെയർ ചെയ്യുന്ന കമ്പനീസ് ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട കമ്പനീസ് കാൻഫിൻ ഹോംസ്, അപ്പോൾ ടയേഴ്സ്, ബർജർ പെയിൻറ്റ്സ്, ടെക് മഹീന്ദ്ര, ടൈറ്റാൻ, സിപ്ല, ലുബിൻ, വിഗാർഡ്, മണപ്പുറം ഫിനാൻസ്, വോൾട്ടാസ് എന്നീ കമ്പനികളെല്ലാം നെക്സ്റ്റ് വീക്കിൽ റിസൾട്ട് ഡിക്ലെയർ ചെയ്യുന്ന കമ്പനീസാണ്. അതിൽ ആ സ്റ്റോക്സിലെല്ലാം കുറേയധികം ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസും നെക്സ്റ്റ് വീക്കിൽ ഉണ്ടാകും. നമുക്ക് കഴിഞ്ഞ ഒക്ടോബർ മന്തിൽ നമുക്കറിയാം മാർക്കറ്റിൻ്റെ ഒരു ബ്രേക്ക്ഔട്ട് ലഭിച്ചപ്പോൾ നമ്മുടെ ട്രിപ്പിൾ ഡെലിവറി എന്നുള്ളൊരു പാക്കേജിനെ കുറിച്ച് ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. ആ റെക്കമെൻഡേഷൻസിൽ ഞങ്ങൾ എല്ലാ മൺഡേ ആണ് റെക്കമെൻഡേഷൻ നൽകുന്ന ഒരു മെത്തേഡാണ്. അതിൽ ഒരു നല്ല ഫണ്ടമെൻ്റലി നല്ല സ്റ്റോക്കിൻ്റെ ഒരു ബ്രേക്ക്ഔട്ട് അല്ലെങ്കിൽ ഒരു പുൾ ബാക്കിൽ നമ്മൾ അതിൽ എൻ്റർ ചെയ്തതിന് ശേഷം അടുത്ത ആ സ്റ്റോക്കിൽ ഒരു 12% to 25% പ്രോഫിറ്റ് ലഭിക്കുമ്പോൾ ബുക്ക് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്ന ഒരു മെത്തേഡിനെയാണ് ട്രിപ്പിൾ ഡെലിവറി എന്നുള്ള രീതിയിൽ ഞങ്ങൾ ആ ഒരു പാക്കിനെ ഞങ്ങൾ വിശേഷിപ്പിക്കുന്നത്. അതിൽ എല്ലാ മൺഡേ ഒരു റെക്കമെൻഡേഷനാണ് നോർമലി തരുന്നത്. ഇൻ കേസ് മൺഡേ ഹോളിഡേ ആണെങ്കിൽ ട്യൂസ്ഡേയിലായിരിക്കും ഞങ്ങൾ റെക്കമെൻഡേഷൻ നൽകുന്നത്. അത് അതിലേറ്റവും വലിയൊരു പ്രത്യേകത പക്ഷേ നിങ്ങളൊരു ഇൻവെസ്റ്റർ ഒരു ബിസി ആയിട്ടുള്ള ജോലികളുള്ള ആളായിരിക്കാം, അല്ലെങ്കിൽ ഒരു ബിസിനസ് ചെയ്യുന്ന ഒരാളായിരിക്കാം. പക്ഷേ ഇങ്ങനെയുള്ള ഒരു വീക്കിലി ഒരു റെക്കമെൻഡേഷൻ ലഭിക്കുമ്പോൾ ആ റെക്കമെൻഡേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അന്ന് ഇപ്പോൾ മൺഡേ ഒരു ബിസി ആയിട്ടുള്ള ഒരു മീറ്റിംഗ് ഉള്ള ഡേ ആണെങ്കിൽ നെക്സ്റ്റ് ഡേയിൽ വാങ്ങിയാലും മതിയാവും. അപ്പോൾ നമ്മളൊരു സ്റ്റോക്ക് റെക്കമെൻഡ് ചെയ്യുമ്പോൾ നമ്മളൊരു ബൈ ബിലോ എന്നുള്ളൊരു ലെവലിലാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞങ്ങൾ കഴിഞ്ഞ വീക്കിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിരുന്നൊരു സ്റ്റോക്കാണ് MCX എന്നുള്ള മൾട്ടി കമോഡിറ്റി എക്സ്ചേഞ്ച് എന്നുള്ള ഒരു കമോഡിറ്റി എക്സ്ചേഞ്ചിൻ്റെ NSEയിൽ ലിസ്റ്റഡ്, NSEയിലും BSEയിലും ലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനിയാണ്. അതിന് ഞങ്ങൾ റെക്കമെൻഡേഷൻ നൽകിയിരുന്നത് ബൈ ബിലോ 1010 എന്നുള്ള ലെവലാണ്. 1010 ലെവലിൽ നിന്നും ഒരു പുൾ ബാക്കിന് ശേഷമാണ് സ്റ്റോക്ക് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ 1-2 ദിവസം കൊണ്ട് നമുക്ക് ആ സ്റ്റോക്ക് വാങ്ങിയതിന് ശേഷം ഞങ്ങളുടെ ടാർഗറ്റായിരുന്ന 1200 ലെവലിലേക്ക് വന്നപ്പോൾ ഇപ്പോൾ നമുക്ക് ആ ചാർട്ടിൽ നോക്കിയാൽ കൃത്യമായിട്ട് കാണാൻ സാധിക്കുമല്ലോ. 23rd ഞങ്ങൾ എൻ്റർ ചെയ്യുന്നത് 14th October
ഒക്ടോബർ ആണെങ്കിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നത് 23rd ഒക്ടോബറിന് 1200 അപ്പോൾ ആ ഒരു സ്റ്റോക്കിൽ ഞങ്ങൾ ഓൾമോസ്റ്റ് ഒരു 10 ഡേയ്സിന് ഉള്ളിൽ തന്നെ ഞങ്ങൾക്കൊരു 18% പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കുകയുണ്ടായി. അപ്പോൾ നമ്മളെപ്പോഴും ആ സ്റ്റോക്കുകൾ എപ്പോഴും ഫണ്ടമെൻ്റലി നല്ല സ്റ്റോക്സാണ് സെലക്ട് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു മാർക്കറ്റിലൊരു കറക്ഷൻ വരികയാണെങ്കിലും ആ സ്റ്റോക്ക് ഹോൾഡ് ചെയ്ത് നമുക്ക് പ്രോഫിറ്റിൽ പോകാനായിട്ട് എപ്പോഴും സാധിക്കാറുണ്ട്. അപ്പോൾ ആ ഒരു മെത്തേഡ് നമ്മൾ ഫോളോ ചെയ്യാനായിട്ട് ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും സാധിക്കും. പലപ്പോഴും ഞങ്ങൾക്ക് കുറേയധികം ഗവൺമെൻറ് എംപ്ലോയീസും ഈ ട്രിപ്പിൾ ഡെലിവറി റെക്കമെൻഡേഷനിലൂടെ പ്രോഫിറ്റ് നേടുന്നവരുണ്ട്. പലർക്കും സ്റ്റോക്ക് മാർക്കറ്റിൽ ഇതുപോലെയുള്ള ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെൻറ്റുകൾ പെർമിസിബിൾ ആണോ ഗവൺമെൻറ് എംപ്ലോയീസിന് എന്നുള്ളൊരു സംശയം ഉണ്ടാകും. പക്ഷേ ഗവൺമെൻറ് എംപ്ലോയീസിനെ സംബന്ധിച്ചിടത്തോളം ഇൻട്രാഡേ ട്രേഡിംഗ് ആണ് പാടില്ല എന്നുള്ള നിയമമുള്ളത്. അതേസമയം നിങ്ങൾക്ക് ഇതുപോലെയുള്ള നിക്ഷേപങ്ങൾ ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെയ്യുന്നതിന് യാതൊരു വക റെസ്ട്രിക്ഷനും ഇല്ല. അത് തന്നെയല്ല നമുക്കറിയാം ഗവൺമെൻറ് അങ്ങനെയുള്ള നിക്ഷേപങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അല്ലെ മുമ്പ് രാജീവ് ഗാന്ധി അതിൽ നമുക്ക് ടാക്സിൽ ഇക്വിറ്റി മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് എക്സംഷൻ പോലും തന്നിരുന്നു. അപ്പോൾ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിന് എംപ്ലോയീസ് ചെയ്യുന്നതിന് പ്രോത്സാഹിപ്പിക്കുക തന്നെയാണ് ഗവൺമെൻറ് ചെയ്യുന്നത്. അല്ലാതെ അതിൽ യാതൊരു റെസ്ട്രിക്ഷൻസും ഇല്ല എന്നുള്ളൊരു കാര്യം കൊണ്ട് ഞാനിവിടെ റിമൈൻഡ് ചെയ്യുകയാണ്. നമുക്ക് അതുപോലെ തന്നെ കഴിഞ്ഞ മാസം ഞങ്ങൾക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിച്ച കുറേയധികം ട്രിപ്പിൾ ഡെലിവറി റെക്കമെൻഡേഷൻസ് ഉണ്ടായിരുന്നു. ജസ്റ്റ് നമുക്ക് ആ സ്റ്റോക്സുകളോട് ഒന്നുകൂടെ ഒന്ന് റിമൈൻഡ് ചെയ്യാം. ഞങ്ങൾ പ്രോഫിറ്റ് ബുക്ക് ഒക്ടോബറിൽ ബുക്ക് ചെയ്തൊരു സ്റ്റോക്കാണ് പ്രസ്റ്റീജ് എസ്റ്റേറ്റ് എന്നുള്ള സ്റ്റോക്ക്. ഞങ്ങളത് 290 ലെവലിലാണ് ഞങ്ങളത് പ്രോഫിറ്റ് ബുക്ക് എൻട്രി ചെയ്തിരുന്നത്. ബൈ ചെയ്തതിന് ശേഷം 325 ലെവലിൽ ഞങ്ങളൊരു 12% പ്രോഫിറ്റ് പ്രസ്റ്റീജ് എസ്റ്റേറ്റിലാണ് ഞങ്ങൾ ബുക്ക് ചെയ്തിരുന്നത്. അതിനുശേഷം ദീപക് നൈട്രൈറ്റ് എന്ന സ്റ്റോക്ക് ഞങ്ങൾ 322 ലെവലിലാണ് വാങ്ങിയിരുന്നത്. നമുക്ക് കാണാം ഒരു ബൈ ബിലോ എന്നുള്ളൊരു ലെവലിൽ ഞങ്ങളത് എൻ്റർ ചെയ്തതിന് ശേഷം സ്റ്റോക്ക് കറക്റ്റ് ചെയ്യുകയുണ്ടായി. കുറച്ച് മാർക്കറ്റിൻ്റെ മൂഡിനനുസരിച്ചുള്ള കറക്ഷനാണ്. ഓൾമോസ്റ്റ് ഒരു 270 വരെയൊക്കെ അത് വന്നിരുന്നു. അപ്പോൾ പലപ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം വീണ്ടും കുറച്ചുകൂടെ ആഡ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് അതിനെ കാണുന്നത്. അതിനുശേഷം നമുക്ക് കാണാം 360 ആ സ്റ്റോക്ക് മൂവ് ചെയ്ത് മുന്നോട്ട് വന്ന് നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുമ്പോൾ നമ്മുടെ എൻട്രി ലെവലായിട്ടുള്ള 322 വാങ്ങിയവർക്ക് പോലും 12% പ്രോഫിറ്റാണ്. അതേസമയം താഴെ ലെവലിൽ വാങ്ങുന്നവരെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ഇത് 12% അല്ല 18%, 20% വരെയൊക്കെ വരാവുന്ന രീതിയിൽ ചില സ്റ്റോക്കുകൾ കറക്റ്റ് ചെയ്ത് കൂടെ ലഭിക്കാറുണ്ട്. പക്ഷേ ഒരു ഫണ്ടമെൻ്റലി വളരെ നല്ല സ്റ്റോക്ക് ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം നിഫ്റ്റി ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ട് താഴേക്ക് കറക്റ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടെ സ്റ്റോക്കുകൾ നമുക്ക് ആഡ് ചെയ്യാൻ ശ്രമിക്കാനും ആഡ് ചെയ്യാനായിട്ട് സാധിക്കുകയാണെങ്കിൽ നമ്മുടെ പ്രോഫിറ്റിൻ്റെ പെർസെൻറ്റേജ് കുറേയധികം വ്യത്യാസം വരികയും ചെയ്യും. അപ്പോൾ പലപ്പോഴും നമ്മളൊരു സ്റ്റോക്ക് എൻട്രി ചെയ്യുന്നത് ഒരു 50% നമ്മൾ ആദ്യം വാങ്ങുക. അതിന് ശേഷം താഴെ ലെവലിൽ ആഡ് ചെയ്യാവുന്ന രീതിയിൽ പ്ലാൻ ചെയ്യുന്നതാണ് പലപ്പോഴും മാർക്കറ്റിൻ്റെ ഒരു കറക്ഷൻ പീരീഡിൽ ഏറ്റവും നല്ലത്. നമുക്ക് കഴിഞ്ഞ മാസത്തിൽ നമുക്കറിയാം മാർക്കറ്റ് ഒരു ബുള്ളിഷ് മോഡിലായിരുന്നു. അങ്ങനെയുള്ള സമയത്ത് ഒരു പക്ഷേ നമുക്ക് സ്ട്രാറ്റജി ഒന്ന് മാറ്റി ഫുൾ ക്വാണ്ടിറ്റി തന്നെ ഒരു പക്ഷേ ബൈ ലെവലിൽ എൻട്രി ചെയ്യേണ്ടി വരും. അത് മാർക്കറ്റിൻ്റെ ഒരു മൂഡിനനുസരിച്ച് നമ്മൾ സ്ട്രാറ്റജീസ് മാറ്റേണ്ടി വരാം. അതുപോലെ തന്നെ HDFC ലൈഫ് എന്നുള്ള സ്റ്റോക്ക് നമുക്കറിയാം ഇന്ത്യയിലെ ഇൻഷുറൻസ് കമ്പനീസിലെല്ലാം കുറേയധികം കാര്യമായിട്ടുള്ള ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻവെസ്റ്റ്മെൻറ്റ് നടക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ അത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് തന്നെയാണ് ഞങ്ങൾ HDFC ലൈഫ് എന്നുള്ള സ്റ്റോക്കിൽ ഞങ്ങൾ 540 ലെവലിൽ ഓഗസ്റ്റ് 19th എൻ്റർ ചെയ്തിരുന്നത്. അതിനുശേഷം സ്റ്റോക്ക് ഞങ്ങൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നത് 13% പ്രോഫിറ്റോടുകൂടി ഞങ്ങൾ 610 HDFC ലൈഫ് പ്രോഫിറ്റ് ബുക്ക് ചെയ്തിരുന്നത്. അതുപോലെ തന്നെ അടുത്തൊരു ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഇൻഷുറൻസ് കമ്പനി ആയിട്ടുള്ള ICICI പ്രൊഡൻഷ്യൽ ലൈഫിലും ഞങ്ങൾ 425 ലെവലിലാണ് പൊസിഷൻ എടുത്തിരുന്നത്. അതിൽ ഞങ്ങൾ 475 പ്രോഫിറ്റ് ബുക്ക് ചെയ്തപ്പോൾ ആ സ്റ്റോക്കിൽ ഞങ്ങൾക്ക് ഒരു 12% പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് ICICI പ്രൊഡൻഷ്യൽ ലൈഫിൽ സാധിക്കുകയുണ്ടായി. അതുപോലെ തന്നെ ഒരു വളരെ നല്ലൊരു ഫുട്വെയർ കമ്പനി ആയിരുന്ന റിലാക്സോ ഫുട്വെയറിൽ ഞങ്ങൾ എൻ്റർ ചെയ്തിരുന്നു 465 സെപ്റ്റംബർ 3rd. അതിനുശേഷം സ്റ്റോക്ക് 530 ഞങ്ങൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുമ്പോൾ 12% പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് റിലാക്സോ ഫുട്വെയറിലും സാധിക്കുകയുണ്ടായി. അപ്പോൾ ഞങ്ങളുടെ ട്രിപ്പിൾ ഡെലിവറി എന്നുള്ള റെക്കമെൻഡേഷന് ഗ്ലോബലി തന്നെ മലയാളീസ് ആയിട്ടുള്ള കുറേയധികം ക്ലയൻസ് ഞങ്ങൾക്കുണ്ട്. ആ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ള മെത്തേഡിൽ പ്രോഫിറ്റ് നേടാനായിട്ട് ഈവൻ ഞങ്ങൾക്ക് കുറേയധികം ക്ലയൻസ് യൂറോപ്പിൽ നിന്നും ഓസ്ട്രേലിയയിൽ നിന്നും അതുപോലെ തന്നെ US-ലൊക്കെ ഞങ്ങളുടെ മലയാളീസ് ആയിട്ടുള്ള ക്ലയൻസ് തന്നെയാണ്. എല്ലാവരും വളരെ കംഫർട്ടബിൾ ആയിട്ട് പലപ്പോഴും ഇവർക്ക് ഇന്ത്യയിൽ അതുപോലെയുള്ള അഡ്വൈസേഴ്സുമായിട്ടോ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു അഡ്വൈസ് ലഭിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും. പലരും പല വെബ്സൈറ്റിലൊക്കെ
ഒക്കെ ചെക്ക് ചെയ്ത് അവിടെ കാണുന്ന ഇൻഫർമേഷൻസ് അനുസരിച്ച് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ 1-2 വർഷത്തിൽ കൈ പൊള്ളിയവരാണ്. അതിനുശേഷമാണ് പലരും ഞങ്ങളുടെ അടുത്ത് വന്ന് കൃത്യമായിട്ടുള്ള ഒരു പ്രൊഫഷണൽ സർവീസിന് പെയ്ഡായിട്ട് എടുത്ത് അതിൽ നിന്നും നല്ല രീതിയിൽ പ്രോഫിറ്റ് നേടാനായിട്ട് സാധിക്കുന്നു. കാരണം പലരും എൻ്റെ വിസിറ്റ് ചെയ്യാൻ വരുന്ന പലരും ഒരു പോർട്ട്ഫോളിയോ ആയിട്ട് വരുന്നത് 5 to 10 crores പോർട്ട്ഫോളിയോ അവരുടെ കയ്യിലുണ്ട്. പക്ഷേ പല സ്റ്റോക്കുകളും റോങ് സെലക്ഷൻ ആയതുകൊണ്ട് പല സ്റ്റോക്കുകളും വളരെ താഴേക്ക് പോയി വളരെ ഹെവി ആയിട്ടുള്ള, കാരണം ഓരോ സ്റ്റോക്കുകൾ അവർ വാങ്ങുന്നത് 10,000 20,000 ക്വാണ്ടിറ്റി ഒക്കെയാണ്. അപ്പോൾ ആ ഒരു സ്റ്റോക്ക് റോങ് സെലക്ഷൻ ആണെങ്കിൽ വരുന്നൊരു ലോസ് 5 to 10 lakhs ലോസ് ആണ് വരുന്നത്. അപ്പോൾ ഞങ്ങളുടെ ആനുവൽ ആയിട്ടുള്ള ട്രിപ്പിൾ ഡെലിവറി എന്നുള്ളൊരു പാക്കിന് ഇപ്പോൾ ആനുവൽ ആയിട്ടുള്ള ഒരു സബ്സ്ക്രിപ്ഷൻ്റെ ഒരു വരുന്നത് ജസ്റ്റ് 30,000 rupees-ആണ്. അപ്പോൾ ഒരു 10 to 20 lakhs ലോസ് നമ്മളൊരു അബദ്ധം കാണിച്ച് വരുത്തി വയ്ക്കുന്നതിനേക്കാളും ഇപ്പോൾ വളരെ ബുദ്ധിപരമായ ഒരു തീരുമാനമാണല്ലോ. 30,000 ഫീസ് നൽകി വളരെ നല്ല സ്റ്റോക്കുകളിൽ അതേസമയം പലപ്പോഴും നല്ല സ്റ്റോക്കിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ഈ 5 lakhs 10 lakhs പ്രോഫിറ്റാണ് വരുന്നത്. അപ്പോൾ ഒരു 5 to 10 lakhs പ്രോഫിറ്റ് നേടുന്ന ആ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നാണ് 10 to 15 lakhs ലോസ് വരുത്തി വയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് എസ്പെഷ്യലി നമുക്കറിയാം നമുക്കൊരു സീരിയസ് ആയിട്ടുള്ളൊരു കാര്യം ചെയ്യാൻ, ഇപ്പോൾ ഒരു സീരിയസ് ആയിട്ടൊരു അസുഖം ഉണ്ടെങ്കിൽ നമ്മളൊരു സ്പെഷ്യലിസ്റ്റ് ഡോക്ടറെ പോയി കണ്ട് അദ്ദേഹം പറയുന്ന ആ മെഡിസിൻസാണ് കഴിക്കുന്നത്, അല്ലെ നമ്മൾ തന്നെ ട്രീറ്റ് ചെയ്യാൻ ശ്രമിക്കാറില്ല അല്ലേ. അതുപോലെ പക്ഷേ സ്റ്റോക്ക് മാർക്കറ്റിൽ പലപ്പോഴും ഏതെങ്കിലും വെബ്സൈറ്റുകളിൽ ഫ്രീ ആയിട്ട് കാണുന്ന വെബ്സൈറ്റുകളിൽ പലപ്പോഴും അവിടെ പല സ്റ്റോക്കുകളും ഓഫ്ലോഡ് ചെയ്യുന്നത് ഇതിന് വേണ്ടിയിട്ട് അതിൻ്റെ പ്രൊമോട്ടേഴ്സും അങ്ങനെയുള്ളവരും അവിടെ ഇതിന് ബൈ റെക്കമെൻഡേഷൻ നൽകുമ്പോഴായിരിക്കും ഒരു പക്ഷേ നിങ്ങൾ പോയി കാണുകയും അത് വാങ്ങുകയും ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള അബദ്ധങ്ങൾ ചെയ്യാതെ ഇവിടെ കൃത്യമായിട്ടുള്ളൊരു പെയ്ഡ് സർവീസിലൂടെ നിങ്ങൾ ആ കൃത്യമായിട്ടുള്ള ഒരു പ്രൊഫഷണൽ അല്ലെങ്കിൽ ഒരു സയൻറ്റിഫിക് മെത്തേഡ് ഫോളോ ചെയ്യുന്നവരുടെ സർവീസ് എടുത്തുകൊണ്ട് ചെയ്യുമ്പോൾ നമ്മൾ ആ മാർക്കറ്റിൽ നിന്നുള്ള ആ റിസ്ക് ഫാക്ടറിനെ ഏറ്റവും കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ട്രിപ്പിൾ ഡെലിവറി എന്നൊരു മെത്തേഡ് എസ്പെഷ്യലി ഞങ്ങൾക്ക് കുറേയധികം ലേഡീസ് ക്ലയൻസ് ഉണ്ട്. അവരെല്ലാം വളരെ ഹാപ്പി ആയിട്ട് ട്രേഡ് ചെയ്യും. ട്രേഡ് മീൻസ് ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ പ്രോഫിറ്റ് നേടുകയും പലരും ആ പ്രോഫിറ്റ് വാങ്ങിക്കഴിയുമ്പോൾ നമുക്കത് പ്രോഫിറ്റായിട്ട് പേ ഔട്ട് എടുത്ത് പോകാനും സാധിക്കാറുണ്ട്. ഇപ്പോൾ ഞാൻ കോളേജിൽ പഠിച്ചിരുന്ന സമയത്ത് ക്രിസ്റ്റ് കോളേജ് ഇരിഞ്ഞാലക്കുട അതിൽ പഠിച്ചിരുന്ന സമയത്ത് എൻ്റെ ഒരു ക്ലാസ്മേറ്റ്, അത് ഒരു കോസ്റ്റ് അക്കൗണ്ടൻ്റാണ്, അദ്ദേഹം എൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ ഒരു പാക്കേജ് വന്ന് എടുക്കുകയുണ്ടായി. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹത്തിന് നല്ലൊരു പ്രോഫിറ്റ് MCX എന്നുള്ള സ്റ്റോക്കിൽ ലഭിക്കുകയുണ്ടായി. അതുപോലെ തന്നെ BPCL എന്നുള്ള സ്റ്റോക്കിലും നല്ല പ്രോഫിറ്റ് ലഭിക്കുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം ആ പേ ഔട്ട് എടുത്തിട്ട് വളരെ ഹാപ്പി ആയിട്ട് എന്നോടൊരു ഫീഡ്ബാക്ക് തരികയുണ്ടായി. ഇങ്ങനെയുള്ളൊരു സർവീസ് നിങ്ങൾ ചെയ്യുന്നത് ശരിയായിട്ടുള്ള ഒരു സോഷ്യൽ ആയിട്ടുള്ള ഒരു റെസ്പോൺസിബിലിറ്റി തന്നെയാണ് നിങ്ങൾ മീറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. കാരണം പലപ്പോഴും NRIs നാട്ടിൽ വന്നതിന് ശേഷം അവരെ സംബന്ധിച്ചിടത്തോളം ഒരു അഡീഷണൽ ഇൻകം ഇങ്ങനെ പേ ഔട്ടായിട്ട് എടുക്കാൻ സാധിക്കുമ്പോൾ തീർച്ചയായിട്ടും അതൊരു സന്തോഷമുള്ളൊരു മൊമെൻ്റ് തന്നെയാണ്. എസ്പെഷ്യലി നമുക്കറിയാം പലർക്കും പ്രോപ്പർട്ടീസും അങ്ങനെയുള്ള പല ഇൻവെസ്റ്റ്മെൻറ്റ്സും ഉണ്ടെങ്കിലും അതിൽ നിന്നൊന്നും കൃത്യമായിട്ടുള്ള റിട്ടേൺ ലഭിക്കുക അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടി തന്നെ ഡിസ്പോസ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് അഡീഷണൽ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു ഓപ്ഷൻ എടുത്ത് പലപ്പോഴും റോങ് അഡ്വൈസുകൾ കൊണ്ടാണ് പലപ്പോഴും നമുക്ക് ലോസുകൾ വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള അവിടെ കൃത്യമായ ഒരു അഡ്വൈസോട് കൂടി എസ്പെഷ്യലി മാർക്കറ്റ് വളരെ ബുള്ളിഷായി പോകുന്ന സമയത്ത് നമുക്ക് അവിടെ നമുക്ക് എന്ത് ചെയ്താലും ഒരുപക്ഷെ പ്രോഫിറ്റ് ലഭിക്കുന്നൊരു സാഹചര്യം ഉണ്ടാകും. പക്ഷേ മാർക്കറ്റിന് സൈക്കിൾസ് ഉണ്ടായിരിക്കും. ബുൾ മാർക്കറ്റ് കഴിഞ്ഞ് ഒരു ബെയറിഷ് മാർക്കറ്റ് കണ്ടീഷൻസ് കഴിഞ്ഞ് അങ്ങനെയുള്ള സമയത്ത്, അപ്പോൾ ഏത് സമയത്തും സ്റ്റോക്കുകളിൽ ഒരു പർട്ടിക്കുലർ സ്റ്റോക്ക് ഏതെങ്കിലും സെക്ടറിൽ അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റോക്കുകളൊക്കെ പെർഫോം ചെയ്യുന്നുണ്ടായിരിക്കും. അങ്ങനെയുള്ള സ്റ്റോക്കുകളിലേക്ക് നമ്മുടെ ഫണ്ട് മൂവ് ചെയ്ത് അങ്ങനത്തെ സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിച്ചാലാണ് നമുക്ക് സ്ഥിരമായിട്ടുള്ള ഒരു പ്രോഫിറ്റ് നേടി മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുക. അതുകൊണ്ട് തന്നെയാണ് ഒരു പ്രൊഫഷണൽ സർവീസ് എസ്പെഷ്യലി ഇങ്ങനെയുള്ള സ്വിംഗ് ഡെലിവറി റെക്കമെൻഡേഷൻസിനൊക്കെ നമ്മൾ ഫോളോ ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയും വരുന്നത്. അടുത്തായിട്ട് ഞങ്ങളുടെ കഴിഞ്ഞ വീക്കിലെ ട്രേഡിംഗ് റെക്കമെൻഡേഷൻസിൻ്റെ പെർഫോമൻസ് ഒന്ന് നോക്കാം. ഞങ്ങൾ കഴിഞ്ഞ വീക്കിൽ നമ്മളിപ്പോൾ കാണുന്നത് നിഫ്റ്റി ഫ്യൂച്ചറിൻ്റെ ട്രേഡിംഗ് ആണ്. കഴിഞ്ഞ വീക്കിൽ എസ്പെഷ്യലി നമുക്കറിയാം മൺഡേ ഹോളിഡേ ആയിരുന്നു. അതിനുശേഷം ഞങ്ങൾക്ക് മറ്റ് 4 ദിവസങ്ങളിൽ ഞങ്ങൾ നിഫ്റ്റിയിൽ ഒരു റെക്കമെൻഡേഷൻസ് ആണ് നൽകിയിരുന്നത്. അതിൽ നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് നേടാവുന്ന രീതിയിലുള്ള റെക്കമെൻഡേഷൻസ് തന്നെ നമുക്ക് നൽകാൻ സാധിച്ചിരുന്നു. കഴിഞ്ഞ വീക്കിൽ ഞങ്ങൾക്ക് ട്യൂസ്ഡേയിൽ 60 പോയിൻറ്റ്സിൻ്റെ സെക്കൻഡ് ടാർഗറ്റ് ലഭിച്ചപ്പോൾ വെഡ്നസ്ഡേ 30 പോയിൻറ്റ്സിൻ്റെ ഫസ്റ്റ് ടാർഗറ്റിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിരുന്നു. തേർഡിന് 30 പോയിൻറ്റ്സിൻ്റെ പ്രോഫിറ്റാണ് ഫസ്റ്റ് ടാർഗറ്റിൽ ബുക്ക് ചെയ്തെങ്കിൽ ഫോർത്തിന് ഫ്രൈഡേയിൽ
നമ്മൾ 30 പോയിൻറ്റ്സിൻ്റെ പ്രോഫിറ്റ് ബുക്ക് ചെയ്തപ്പോൾ ഓൾമോസ്റ്റ് ഒരു 150 പോയിൻറ്റ്സിൻ്റെ പ്രോഫിറ്റോടുകൂടി ഞങ്ങൾക്ക് അന്ന് ഓൾമോസ്റ്റ് ഒരു 1 ലോട്ട് ട്രേഡ് ചെയ്യുകയാണെങ്കിൽ പോലും 11,250 പ്രോഫിറ്റ് നേടാവുന്ന രീതിയിലുള്ള റെക്കമെൻഡേഷൻസ് ആയിരുന്നു. അതേസമയം 10 ലോട്ട്സോളം ട്രേഡ് ചെയ്യുന്നൊരു ക്ലയൻറ്റിനെ സംബന്ധിച്ചിടത്തോളം 1 ലാഖിലധികം പ്രോഫിറ്റ് നേടാവുന്ന റെക്കമെൻഡേഷൻസ് ആണ് അന്ന് ഞങ്ങൾക്ക് കഴിഞ്ഞ വീക്കിൽ നൽകാൻ സാധിച്ചിരുന്നത്. കഴിഞ്ഞ വീക്കിൽ അതുപോലെ തന്നെ നമുക്ക് കുറേയധികം വളരെ നല്ല ഓപ്ഷൻ ട്രേഡിംഗ് നമുക്ക് നൽകാനായിട്ട് സാധിക്കുകയുണ്ടായി. എസ്പെഷ്യലി നോർമലി ഞങ്ങളൊരു റെക്കമെൻഡേഷനാണ് ഓപ്ഷൻസിൽ, നിഫ്റ്റിയുടെ ഓപ്ഷൻസിലും ബാങ്ക് നിഫ്റ്റിയുടെ ഓപ്ഷൻസിലും ഞങ്ങൾ ഒരു ദിവസത്തിൽ നൽകുന്നത്. പക്ഷേ ട്യൂസ്ഡേയിൽ നമുക്കറിയാം 150 പോയിൻറ്റ്സിലധികമുള്ള മാർക്കറ്റിൻ്റെ റാലിയാണ്. 159 പോയിൻറ്റ്സ് ആണ് അന്ന് മാർക്കറ്റ് മൂവ് ചെയ്തത്. അപ്പോൾ കൃത്യമായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പൊസിഷൻസ് മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ കൃത്യമായിട്ടുള്ള സയൻറ്റിഫിക് മെത്തേഡിൽ തന്നെയാണ് അന്ന് ചെയ്തിരുന്നത്. അന്ന് ഞങ്ങൾക്ക് 11,650യുടെ കോൾ ഓപ്ഷൻ 62 എടുത്ത് 105 പ്രോഫിറ്റ് ബുക്ക് ചെയ്തപ്പോൾ 43 പോയിൻറ്റ്സ് ലഭിക്കുകയുണ്ടായി. അതിനുശേഷം ഞങ്ങൾ 11,700 കോൾ ഓപ്ഷൻ 73 എടുത്ത് 110 ബുക്ക് ചെയ്തപ്പോൾ 37 പോയിൻറ്റ്സിൻ്റെ പ്രോഫിറ്റ് ലഭിച്ചു. അതുപോലെ തന്നെ 11,750യുടെ കോൾ ഓപ്ഷൻ 73 എടുത്ത് ഞങ്ങൾ 90 പ്രോഫിറ്റ് ബുക്ക് ചെയ്തപ്പോൾ 17 ലോട്ട്സിൻ്റെ പ്രോഫിറ്റാണ് ലഭിക്കുകയുണ്ടായത്. അതായത് ഞങ്ങൾക്ക് ഓൾമോസ്റ്റ് അന്ന് തന്നെ 97 പോയിൻറ്റ്സിൻ്റെ പ്രോഫിറ്റ് ഓപ്ഷൻസിൽ നേടാനായിട്ട് സാധിച്ചു. അപ്പോൾ അന്ന് തന്നെ നമുക്കറിയാം വളരെ നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് നിഫ്റ്റിയുടെ ഓപ്ഷൻസിൽ ചെയ്യാൻ സാധിക്കേണ്ടത്. അതുപോലെ തന്നെ വെഡ്നെസ്ഡേയിൽ 17 പോയിൻറ്റ്സും തേഴ്സ്ഡേയിൽ 10 പോയിൻറ്റ്സും അതുപോലെ ഫസ്റ്റ് നവംബറിന് 17 പോയിൻറ്റ്സും നേടിയപ്പോൾ ഓൾമോസ്റ്റ് ഒരു 141 പോയിൻറ്റ്സിൻ്റെ പ്രോഫിറ്റാണ് ഞങ്ങൾക്ക് ലാസ്റ്റ് വീക്കിൽ നിഫ്റ്റിയുടെ ഓപ്ഷൻസിൽ നേടിയത്. അതായത് ഒരു 1 ലോട്ടിൽ 10,000 പ്രോഫിറ്റ്, അതുപോലെ 10 ലോട്ട്സ് ചെയ്യുന്ന ഒരു ക്ലയൻറ്റ് സംബന്ധിച്ചിടത്തോളം 1 ലാഖിലധികം പ്രോഫിറ്റ് ഓപ്ഷൻസിൽ നേടാനുള്ള പോസിബിലിറ്റിയാണ് അവിടെ അന്ന് ഉണ്ടായിരുന്നത്. ഞങ്ങൾ അതോടൊപ്പം തന്നെ ഞങ്ങൾ നിഫ്റ്റിയുടെ ഓപ്ഷനിൽ പ്രീമിയം നിഫ്റ്റി ഓപ്ഷൻ പ്രീമിയം എന്നൊരു പാക്കേജ് ഉണ്ട്. അതിൽ നോർമലി ഒരു വീക്കിൽ ഒരു റെക്കമെൻഡേഷനാണ് ഞങ്ങൾ നൽകുന്നത്. കഴിഞ്ഞ വീക്കിൽ ഞങ്ങൾ നൽകിയിരുന്ന ഒരു റെക്കമെൻഡേഷനാണ് 11,800 കോൾ ഓപ്ഷൻ 45 വാങ്ങിയതിന് ശേഷം സെക്കൻഡ് ടാർഗറ്റ് അല്ല 120 ഞങ്ങൾ അത് പ്രോഫിറ്റ് ബുക്ക് ചെയ്തത്. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു ഈ പ്രീമിയം പാക്കിൽ എടുക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം നോർമലി ഒരു 10 ലോട്ട്സ് ആണ് അവർ ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഒറ്റ ട്രേഡിൽ 15,000 പ്രോഫിറ്റ് നേടാവുന്ന രീതിയിലുള്ള ഓപ്ഷൻ ട്രേഡിംഗ് ആണ് അന്ന് അതിൽ ചെയ്യാൻ സാധിച്ചിരുന്നത്. അത് ഈ ഓപ്ഷൻ ട്രേഡിംഗ് ചെയ്തതിൻ്റെ നമ്മുടെ ചാർട്ടാണ് നമുക്കിപ്പോൾ കാണുന്നത്. ഞങ്ങളത് എൻട്രി ചെയ്തിരുന്നത് 45-ന് 29th ഒക്ടോബറിനാണ്. അന്ന് തന്നെ ഞങ്ങളുടെ ഫസ്റ്റ് ടാർഗറ്റ് അച്ചീവ് ചെയ്തിരുന്നെങ്കിലും 31st ആണ് ഞങ്ങളുടെ സെക്കൻഡ് ടാർഗറ്റായിട്ട് 120 അച്ചീവ് ചെയ്തത്. ഓൾമോസ്റ്റ് 165 പെർസെൻറ്റേജിൻ്റെ പ്രോഫിറ്റാണ് ജസ്റ്റ് 2 ഡേയ്സിൽ നമുക്ക് ഈ ഓപ്ഷനിൽ നേടാനായിട്ട് സാധിച്ചത്. അതുകൊണ്ട് തന്നെ നിഫ്റ്റിയുടെ ഓപ്ഷൻ വീക്ക്ലി ഓപ്ഷൻ ആരംഭിച്ചതിന് ശേഷം ജസ്റ്റ് 3-4 മന്ത്സ് ആയിട്ടുള്ളൂ നിഫ്റ്റിയുടെ വീക്ക്ലി ഓപ്ഷൻ ആരംഭിച്ചിട്ട് അല്ലേ. അതിന് ശേഷം വളരെ നല്ല ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസ് കൃത്യമായി ഒരു ട്രെൻഡിങ് മാർക്കറ്റ് കണ്ടീഷനിൽ മാത്രം ഒരു ഓപ്ഷനിൽ ഒരു പൊസിഷൻ എടുത്ത് കഴിയുമെങ്കിൽ അന്ന് തന്നെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാവുന്ന രീതിയിൽ തന്നെയുള്ള ഒരു പൊസിഷൻ ആയിരിക്കും. അതുകൊണ്ട് തന്നെ എപ്പോഴും ഓപ്ഷൻസ് ഹോൾഡ് ചെയ്യുമ്പോൾ അതിൻ്റെ റിസ്കുകൾ കൂടുതലാണ്. അതുകൊണ്ട് ഓപ്ഷൻസിൻ്റെ പ്രീമിയം പാക്കിൽ എപ്പോഴും തരുന്ന റെക്കമെൻഡേഷൻ ഏറ്റവും സ്പീഡിൽ തന്നെ ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്ന രീതിയിലായിരിക്കും. അതായത് നമുക്കത് 165% ഒറ്റ ട്രേഡാണ് ലാസ്റ്റ് വീക്കിൽ ചെയ്തിരിക്കുന്നത്. അതായത് നമ്പർ ഓഫ് ട്രേഡ്സിലല്ല, ഒരു ട്രേഡ് ചെയ്യുക, കൃത്യമായിട്ട് ചെയ്യുകയും അതിലൂടെ നല്ല പ്രോഫിറ്റ് നേടി നമ്മൾ മറ്റുള്ള സമയത്ത് ട്രേഡ് ചെയ്യാതിരിക്കുക എന്നുള്ള സ്ട്രാറ്റജിയാണ് ഈ ട്രിപ്പിൾ ഓപ്ഷൻ പ്രീമിയം എന്നുള്ളത് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ബാങ്ക് നിഫ്റ്റിയുടെ ഫ്യൂച്ചറിലും ഞങ്ങൾക്ക് കഴിഞ്ഞ വീക്കിൽ 4 റെക്കമെൻഡേഷൻസ് നൽകാനുണ്ടായിരുന്നു. ഒറ്റ റെക്കമെൻഡേഷൻ, എല്ലാ റെക്കമെൻഡേഷൻസും ടാർഗറ്റ് അച്ചീവ് ചെയ്യുകയുണ്ടായി. ഒന്നും സ്റ്റോപ്പ് ലോസ് ഹീറ്റ് ചെയ്യുകയുണ്ടായില്ല. അതേസമയം 600 പോയിൻറ്റ്സിൻ്റെ പ്രോഫിറ്റാണ് ലാസ്റ്റ് വീക്കിൽ ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചറിലുണ്ടായിരുന്നത്. അതായത് 12,000 പ്രോഫിറ്റ് 1 ലോട്ട് ട്രേഡ് ചെയ്യുന്ന ഒരു ക്ലയൻറ്റ് പോലും നേടാവുന്ന രീതിയിൽ, അതായത് 10 ലോട്ട്സ് ചെയ്യുകയാണെങ്കിൽ 1,20,000 പ്രോഫിറ്റ് നേടാവുന്ന രീതിയിലുള്ള വളരെ നല്ല റെക്കമെൻഡേഷൻസ് ആയിരുന്നു ബാങ്ക് നിഫ്റ്റിയുടെ ഫ്യൂച്ചറിൽ കഴിഞ്ഞ വീക്കിലുണ്ടായത്. അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയുടെ ഓപ്ഷൻസിൻ്റെ ഡാറ്റയാണ് ഇപ്പോൾ കാണുന്നത്. ഞങ്ങൾക്ക് കഴിഞ്ഞ വീക്കിലും വളരെ സക്സസ്ഫുൾ ആയിട്ട് ബാങ്ക് നിഫ്റ്റിയുടെ ഓപ്ഷൻസ് ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കുകയുണ്ടായി. 275 പോയിൻറ്റ്സിൻ്റെ പ്രോഫിറ്റാണ് കഴിഞ്ഞ വീക്കിൽ നേടാൻ സാധിച്ചത്. അതായത് 10 ലോട്ട്സ് ചെയ്യുന്ന ഒരു ക്ലയൻറ്റിന് 55,000 പ്രോഫിറ്റ് നേടാവുന്ന രീതിയിലുള്ള ബാങ്ക് നിഫ്റ്റിയുടെ ഓപ്ഷൻസാണ് കഴിഞ്ഞ വീക്കിൽ നമ്മൾ ട്രേഡ് ചെയ്തിരുന്നത്.
അതുപോലെ കഴിഞ്ഞ വീക്കിൽ ഞങ്ങളുടെ സ്റ്റോക്ക് റെക്കമെൻഡേഷൻസ് ഞങ്ങൾ കുറേയധികം നല്ല ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നൊരു വീക്കാണ് കഴിഞ്ഞ വീക്കല്ലേ. കുറേയധികം പ്രോഫിറ്റ് നേടാനായിട്ട് നമ്മുടെ ക്ലയൻസിന് സാധിക്കുകയുണ്ടായി. കഴിഞ്ഞ വീക്കിൽ ഓൾമോസ്റ്റ് ഒരു 1000 ക്വാണ്ടിറ്റി ട്രേഡ് ചെയ്യുന്ന ഒരു ക്ലയൻറ്റിനെ സംബന്ധിച്ചിടത്തോളം 83,500 പ്രോഫിറ്റ് നേടാവുന്ന രീതിയിലുള്ള റെക്കമെൻഡേഷൻസ് ആണ് അന്ന് ഞങ്ങൾ നൽകിയിരുന്നത്. അതുപോലെ ഞങ്ങൾ കഴിഞ്ഞ നമുക്കറിയാം ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആക്റ്റീവ് ആയതിനു ശേഷം സ്റ്റോക്സിൻ്റെ ഓപ്ഷൻസിലും കാര്യമായിട്ടുള്ള ആക്ടിവിറ്റി വന്നിട്ടുണ്ട്. ഞങ്ങൾ കുറച്ച് മാസങ്ങളായിട്ട് തന്നെ സ്റ്റോക്സിൻ്റെ ഓപ്ഷൻസിലെ റെക്കമെൻഡേഷൻസ് കുറച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ഞങ്ങൾ ഈ കഴിഞ്ഞ വീക്കിൽ ഞങ്ങൾക്ക് വളരെ നല്ല രീതിയിലുള്ള സ്റ്റോക്ക് ഓപ്ഷൻസിൽ ഞങ്ങൾക്ക് പ്രോഫിറ്റ് നേടാവുന്ന രീതിയിലുള്ള റെക്കമെൻഡേഷൻസ് നൽകാൻ സാധിക്കുകയുണ്ടായി. അതിൽ എസ്പെഷ്യലി എടുത്ത് പറയേണ്ട ഒരു റെക്കമെൻഡേഷനാണ് ഞങ്ങളുടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 310 കോൾ ഓപ്ഷൻ. ഞങ്ങൾ അന്ന് ഓപ്ഷൻസിൻ്റെ എക്സ്പയറി ഡേയിലായിരുന്നു 1 രൂപ 25 പൈസയ്ക്ക് 1.25 എടുത്തിരുന്നത്. അതിനുശേഷം പ്രോഫിറ്റ് ബുക്ക് ചെയ്തത് 6 ഞങ്ങളത് പ്രോഫിറ്റ് ബുക്ക് ചെയ്തത്. വളരെ നല്ല രീതിയിലുള്ള ഒരു ട്രേഡായിരുന്നു അത്. കാരണം ഒക്ടോബർ തേഴ്സ്ഡേയിൽ എക്സ്പയറി ഡേയിലാകുമ്പോൾ ഓപ്ഷൻസിന് വളരെ ചെറിയ പ്രൈസേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നൊരു 7% മൂവ് ചെയ്തപ്പോൾ നമുക്കൊരു രൂപയ്ക്ക് എടുത്ത ഓപ്ഷൻ ഞങ്ങൾ 6 റുപ്പീസിനാണ് വിൽക്കുന്നത്. അതായത് 6 ടൈംസിലാണ് നമുക്കത് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിച്ചത്. അപ്പോൾ അതുപോലെ തന്നെ അന്ന് ഞങ്ങൾ വേറൊരു ഓപ്ഷനിൽ ട്രേഡ് കൂടെ ചെയ്തിരുന്നത് ഇൻഫോസിസിൻ്റെ 690 കോൾ ഓപ്ഷൻ 2.2 എടുത്തിരുന്നത്. അത് ഞങ്ങൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തത് 6. അപ്പോൾ അന്നും അതിലും വളരെ നല്ല രീതിയിലുള്ള 3 ടൈംസ് പ്രോഫിറ്റ് ഞങ്ങൾക്ക് അതിൽ നേടാനായി സാധിക്കുന്നുണ്ട്. അപ്പോൾ അതിലും നല്ല രീതിയിൽ പ്രോഫിറ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ലോട്ട് ട്രേഡ് ചെയ്യുന്ന ഒരു ക്ലയൻറ്റിന് പോലും അന്ന് 17,710 പ്രോഫിറ്റ് നേടാവുന്ന രീതിയിലുള്ള സ്റ്റോക്ക് ഓപ്ഷൻസിൻ്റെ റെക്കമെൻഡേഷൻസ് ആണ് ഉണ്ടായിരുന്നത്. ഞങ്ങൾക്കൊരു ഓപ്ഷൻസിൽ മാത്രം ട്രേഡ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടൊരു പാക്കേജ് ഉണ്ടോ, ആ പാക്കേജിൽ ഓപ്ഷൻ കോംബോ പാക്കിൽ ഞങ്ങൾ നോർമലി തരുന്നത് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ഓപ്ഷൻസ് ആണ്. അതോടൊപ്പം തന്നെ സ്റ്റോക്സിൻ്റെ ഓപ്ഷൻസും ഫോർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൂടെ ആക്റ്റീവ് ചെയ്തായതുകൊണ്ട് കൂടുതൽ ഓപ്ഷൻസിൻ്റെ റെക്കമെൻഡേഷൻസ് കൂടെ ഞങ്ങൾ വരും ദിവസങ്ങളിൽ നൽകുന്നതാണ്. അത് നമ്മളിപ്പോൾ കാണുന്ന ചാർട്ട് ഞാൻ കുറച്ച് സമയം മുമ്പ് പറഞ്ഞ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 310 കോൾ ഓപ്ഷൻ്റെ ചാർട്ടാണ്. അതിൽ നിങ്ങൾക്ക് കാണാം 30% എക്സ്പയറി ഡേ എന്ന് ഞങ്ങൾ 1.25 എടുത്ത് 6 അതിൻ്റെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നത്. അത് കൃത്യമായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പൊസിഷൻസ് മനസ്സിലാക്കിയതിന് ശേഷമുള്ള ഒരു സയൻറ്റിഫിക് ട്രേഡിംഗ് തന്നെയാണ്. അല്ലാതെ അതിനകത്തൊരു നമ്മൾ ജസ്റ്റ് ലക്ക് ട്രൈ ചെയ്യുന്നതല്ല. അതിൽ കൃത്യമായിട്ടുള്ള സ്റ്റേറ്റ് ബാങ്കിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പൊസിഷൻ മനസ്സിലാക്കിയതിന് ശേഷം, കാരണം നമുക്കറിയാം ഒരു ഓപ്ഷൻ എടുക്കുമ്പോൾ 1 റുപ്പീസിന് ഒരു ഓപ്ഷൻ എടുക്കുമ്പോൾ അതിന് മാക്സിമം റിസ്ക് എന്ന് പറയുന്നത് 1 റുപ്പി തന്നെയാണല്ലേ. അപ്പോൾ താഴേക്ക് പോയാൽ മാക്സിമം 0 ആകും. അപ്പോൾ അത് അങ്ങനെയുള്ള റിസ്കുകൾ അറിഞ്ഞുകൊണ്ട് എടുക്കുന്നതാണ് നമുക്ക് റിട്ടേൺ കിട്ടുന്ന രീതിയിലുള്ള അങ്ങനത്തെ ട്രേഡ്സ് ആണ്. എസ്പെഷ്യലി എക്സ്പയറി ഡേ ആയതുകൊണ്ട് ഏറ്റവും കുറവ് റിസ്കിൽ നമുക്കത് ചെയ്യാൻ സാധിക്കുകയുണ്ടായി. ഇപ്പോൾ നമ്മൾ കാണുന്ന ചാർട്ട് ഇൻഫോസിസിൻ്റെ 690 കോൾ ഓപ്ഷൻ ഞങ്ങൾ 220 എടുത്ത് 6 വിറ്റതിൻ്റെ ആ ഒരു ചാർട്ട് കൂടിയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതെല്ലാം കൃത്യമായിട്ടും നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പൊസിഷൻസും അങ്ങനെയുള്ള കാര്യങ്ങളും മനസ്സിലാക്കിയതിന് ശേഷം ട്രേഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. വെറുതെ നമ്മളിങ്ങനെയുള്ള ഒരു ഓപ്ഷൻ 2 രൂപയ്ക്കോ 1 രൂപയ്ക്കൊക്കെ എടുത്താൽ നമ്മളതിന് ശേഷം പ്രോഫിറ്റ് കിട്ടുമെന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത് പലപ്പോഴും അബദ്ധമായിരിക്കും. അതേസമയം കൃത്യമായിട്ടുള്ള മൂവ്മെൻറ്റുകൾ മനസ്സിലാക്കിയിട്ട് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് ഒരു പക്ഷേ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൃത്യമായിട്ടൊരു പ്ലാനിങ്ങോട് കൂടി ചെയ്യുമ്പോൾ അതിൽ നിന്ന് നമുക്ക് പ്രോഫിറ്റ് നേടാവുന്ന രീതിയിലുള്ള ഇങ്ങനെയുള്ള ട്രേഡ്സ് ചെയ്യാനും സാധിക്കും. അപ്പോൾ ഓപ്ഷൻസിൻ്റെ റെക്കമെൻഡേഷൻസ് കൂടുതൽ വേണ്ടവരെ സംബന്ധിച്ചിടത്തോളം, സ്റ്റോക്കിൻ്റെ ഓപ്ഷൻസ് കൂടെ വേണ്ടവരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഓപ്ഷൻ കോംബോ എന്നുള്ള പാക്ക് എടുക്കുകയാണെങ്കിൽ അവർക്ക് അതിൽ കൂടുതൽ റെക്കമെൻഡേഷൻസ് ലഭിക്കുകയും ചെയ്യും. അതുപോലെ ഞങ്ങളുടെ ക്രൂഡ് ഓയിലിൻ്റെ കമോഡിറ്റി സെഗ്മെൻറ്റിൽ ക്രൂഡ് ഓയിലിൽ കുറേയധികം നല്ല ട്രേഡ്സ് കഴിഞ്ഞ വീക്കിൽ ഞങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുണ്ടായി. ഞങ്ങൾ 6 റെക്കമെൻഡേഷൻസ് കൊടുത്ത് 6ഉം നല്ല രീതിയിലുള്ള പ്രോഫിറ്റിൽ തന്നെയാണ് ഞങ്ങൾക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിച്ചത്. 201 പോയിൻറ്റ്സിൻ്റെ പ്രോഫിറ്റ് ആണ് കഴിഞ്ഞ വീക്കിൽ ഞങ്ങൾ ബുക്ക് ചെയ്തത്. അതായത് ഒരു 1 ലോട്ട് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം 20,000 പ്രോഫിറ്റും, അതുപോലെ ഒരു 10 ലോട്ട്സ് ചെയ്യുന്ന ഞങ്ങളുടെ ബിഗ് ക്ലയൻസിലും 10 ലോട്ട്സ് ചെയ്യുന്നവരുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു 2 lakhs പ്രോഫിറ്റ് നേടാവുന്ന രീതിയിലുള്ള വളരെ നല്ല റെക്കമെൻഡേഷൻസ് ആണ് കഴിഞ്ഞ വീക്കിൽ നൽകിയിരുന്നത്. കഴിഞ്ഞ വീക്കിൽ നമുക്കറിയാം സിൽവറിലും ഗോൾഡിലും കാര്യമായിട്ടുള്ള ഫ്ലക്ച്വേഷൻ ഉണ്ടായിരുന്നില്ല. തേഴ്സ്ഡേ ഫ്രൈഡേയിൽ ഞങ്ങൾക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുണ്ടായി. പക്ഷേ കഴിഞ്ഞ വീക്കിൽ ഓൾമോസ്റ്റ്
ഓൾമോസ്റ്റ് പല കോൾസും നമുക്ക് കോസ്റ്റിൽ തന്നെ എക്സിറ്റ് ചെയ്യേണ്ടി വരികയുണ്ടായി. പക്ഷേ ക്രൂഡ് ഓയിലായിരുന്നു കുറേയധികം ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നത്. നമുക്ക് ക്രൂഡ് ഓയിലിൽ ഞങ്ങൾ വളരെ നല്ല 2 ട്രേഡ് ചെയ്തിരുന്ന ഡേയ്സ് ആണ്. 31 ഒക്ടോബർ തേഴ്സ്ഡേയിൽ ഞങ്ങൾ 3898 ലെവലിലാണ് ഞങ്ങൾ ഷോർട്ട് ചെയ്തിരുന്നത്. അതിനുശേഷം ഞങ്ങൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് 3830 ലെവലിലാണ്. ഓൾമോസ്റ്റ് ഒരു 68 പോയിൻറ്റ്സോളമുള്ള പ്രോഫിറ്റ് എന്ന് ബുക്ക് ചെയ്യാനായിട്ട് സാധിച്ചിരുന്നു. അതുപോലെ തന്നെ ഫ്രൈഡേയിൽ ഞങ്ങൾ 3870 ഞങ്ങൾ ലോങ് പൊസിഷൻസ് എടുത്തിരുന്നത്. അതിനുശേഷം 3920 ഞങ്ങളത് പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. അതുപോലെ ക്രൂഡ് ഓയിലിൽ ഞങ്ങൾ കൃത്യമായിട്ടുള്ള വളരെ നല്ല റെക്കമെൻഡേഷൻസ് നൽകാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. എസ്പെഷ്യലി ക്രൂഡ് ഓയിലിൽ കുറേയധികം ഫ്ലക്ച്വേഷൻസും ഉണ്ട്. അതുപോലെ തന്നെ ഞങ്ങളുടെ ഫിൻഡിസ്റ്റ് എന്നുള്ള സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് കുറേയധികം കൂടുതൽ ക്വാണ്ടിറ്റി ക്രൂഡ് ഓയിൽ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അതിൽ ഫിൻഡിസ്റ്റിൻ്റെ ഫിൻഡിസ്റ്റിൻ്റെ ട്രേഡ് സിഗ്നൽസ് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങൾക്ക് ഈ ചാർട്ടിൽ കാണാം 31 ഒക്ടോബറിന് ഞങ്ങളുടെ 3898 ലെവലിന് കൃത്യമായിട്ടുള്ള ഒരു സെൽ സിഗ്നൽ വന്നിരിക്കുന്നത് കാണാം. അവിടെ നിന്ന് ഓൾമോസ്റ്റ് ഒരു 100 പോയിൻറ്റ്സ് താഴെ വന്നതിന് ശേഷമാണ് പിന്നീട് ഒരു ബൈ സിഗ്നലും നമുക്ക് കാണാം 3870 ലെവലിൽ. അവിടെ നിന്നും മാർക്കറ്റ് വീണ്ടും ഓൾമോസ്റ്റ് ഒരു 60 പോയിൻറ്റ്സോളം മുകളിലേക്കും പോവുകയുണ്ട്. അപ്പോൾ ഒരു സയൻറ്റിഫിക് മെത്തേഡിൽ ട്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം കമോഡിറ്റി സെഗ്മെൻറ്റിൽ നമ്മുടെ ഫിൻഡിസ്റ്റ് എന്നുള്ള സോഫ്റ്റ്വെയർ കൃത്യമായിട്ട് വർക്ക് ചെയ്യും. അത് എസ്പെഷ്യലി നമുക്ക് നൈമെക്സിൽ നമുക്ക് ഈ ഫിൻഡിസ്റ്റിൻ്റെ ട്രേഡ് സിഗ്നൽസ് നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ കമോഡിറ്റീസിൽ വളരെ സീരിയസ് ആയിട്ടുള്ള പ്രൊഫഷണൽ ട്രേഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ ഫിൻഡിസ്റ്റ് എന്നുള്ള സോഫ്റ്റ്വെയർ വളരെ യൂസ്ഫുൾ ആയിരിക്കും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അടുത്തത് നമുക്ക് കമോഡിറ്റിയിൽ ഗോൾഡിൻ്റെ ക്രൂഡ് ഓയിലിൻ്റെയും നെക്സ്റ്റ് വീക്കിൽ ഒരു ഡിമാൻഡ് സപ്ലൈ സോൺ എന്ന് നോക്കാം. ആദ്യമായിട്ട് ഗോൾഡിൻ്റെ ഡിമാൻഡ് സോൺ നോക്കുമ്പോൾ നമ്മൾ കാണുന്ന ചാർട്ടിൽ ഗോൾഡിൻ്റെ ഡിമാൻഡ് സോൺ വരുന്നത് 37,870 37,691 എന്ന ലെവലിലാണ് ഫസ്റ്റ് ഡിമാൻഡ് സോൺ വരുന്നത്. അതിനുശേഷം സപ്ലൈ സോൺ വരുന്നത് 38,540 38,680 ഈ ലെവലിലാണ് നെക്സ്റ്റ് ഗോൾഡിൻ്റെ ഡിസംബർ മന്തിൻ്റെ കിലോ ഗോൾഡിൻ്റെ സപ്ലൈ സോണായിട്ട് നിലനിൽക്കുക. അതുപോലെ തന്നെ ക്രൂഡ് ഓയിലിൻ്റെ ഡിമാൻഡ് സപ്ലൈ സോൺ നോക്കുമ്പോൾ നമുക്ക് കാണാം ഡിമാൻഡ് സോൺ വരുന്നത് 3836 3822 ഈ ലെവലായിരിക്കും ഒരു റീബൗണ്ട് ചെയ്യുന്ന ഒരു ഡിമാൻഡ് സോണായിട്ട് നിലനിൽക്കുക. അതേസമയം സപ്ലൈ സോണായിട്ട് വരുന്നത് 3950 അതുപോലെ തന്നെ 3968 എന്നുള്ള ലെവലാണ്. ആ ഒരു ലെവലിലേക്കാണ് മാർക്കറ്റ് കഴിഞ്ഞ വീക്കിൽ ജസ്റ്റ് എൻട്രി ചെയ്ത് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ നിന്നൊരു റിവേഴ്സലായിരിക്കും ഈ സപ്ലൈ സോൺ ആയിട്ടുള്ള 3950 3968 എന്നുള്ള ലെവലിൽ നിന്നുള്ള റിവേഴ്സലായിരിക്കും ഇനി നെക്സ്റ്റ് വീക്കിൽ ആദ്യം സംഭവിക്കാനുള്ള പോസിബിലിറ്റി. അതുപോലെ നമ്മളെല്ലാ വീക്കിലും തേഴ്സ്ഡേയിൽ നമ്മൾ ഓപ്ഷൻസ് സെല്ല് ചെയ്ത് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാറുണ്ട്. ഓപ്ഷൻ റൈറ്റിംഗ് എന്നാണ് അതിന് പറയുന്നത്. അതിൽ ഞങ്ങൾ കഴിഞ്ഞ വീക്കിൽ ചെയ്തിരുന്നത് നിഫ്റ്റിയുടെ 11,850 പുട്ട് ഓപ്ഷനാണ് സെല്ല് ചെയ്തിരുന്നത്. അന്ന് ഞങ്ങൾ സെല്ല് ചെയ്തത് 12 റുപ്പീസിനാണ് സെല്ല് ചെയ്തത്. അതിനുശേഷം 11,900 ലെവലിന് താഴെ മാർക്കറ്റ് കാര്യമായിട്ട് വന്നിരുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ നിങ്ങൾക്ക് കാണാം വളരെ 12 സെല്ല് ചെയ്തതിന് ശേഷം അത് സെല്ല് ചെയ്തിരുന്ന 1040 മോർണിംഗിൽ 1040 സെല്ല് ചെയ്തതിന് ശേഷം അതിന് വളരെ സ്ലോയിൽ അത് താഴെ വന്നു 1 പ്രോഫിറ്റ് ക്ലോസ് ചെയ്തത്. ഓൾമോസ്റ്റ് നമുക്കൊരു ലോട്ട് ചെയ്യുന്ന ഒരു ക്ലയൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഓൾമോസ്റ്റ് 1000 റുപ്പീസിൻ്റെ പ്രോഫിറ്റ് നേടാവുന്ന രീതിയിലുള്ള റെക്കമെൻഡേഷൻ ആയിരുന്നു. അതുപോലെ തന്നെ ഞങ്ങൾ അന്ന് ചെയ്തിരുന്ന ബാങ്ക് നിഫ്റ്റിയുടെ റെക്കമെൻഡേഷൻസ് കൂടെ ഞങ്ങളന്ന് ചെയ്യുകയുണ്ടായി. ബാങ്ക് നിഫ്റ്റിയുടെ ഞങ്ങളന്ന് സെല്ല് ചെയ്തിരുന്നത് 30,100 പുട്ട് ഓപ്ഷനാണ് ഞങ്ങൾ സെല്ല് ചെയ്തിരുന്നത്. അന്ന് 30,100 പുട്ട് ഓപ്ഷൻ ഞങ്ങൾ സെല്ല് ചെയ്തിരുന്നത് 60 ലെവലിലാണ്. 1230 ഞങ്ങളത് സെല്ല് ചെയ്തിരുന്നത്. നമുക്ക് ചാർട്ടിൽ കാണാം. അതിനുശേഷം ഞങ്ങൾ ഫസ്റ്റ് ടാർഗറ്റായിരുന്ന ഓൾമോസ്റ്റ് 10 ഞങ്ങൾ വന്നത് പ്രോഫിറ്റ് ബുക്ക് ചെയ്തപ്പോൾ ഒരു 1,000 റുപ്പീസിൻ്റെ പ്രോഫിറ്റ് ഒരു ലോട്ടിൽ നേടാവുന്ന രീതിയിലുള്ള റെക്കമെൻഡേഷൻ ആയിരുന്നു. അപ്പോൾ ഓപ്ഷൻ റൈറ്റിംഗ് ഓപ്ഷൻ്റെ വീക്കിലി എക്സ്പയറി ആയാലും എല്ലാ തേഴ്സ്ഡേയിലും ഞങ്ങളത് ചെയ്യാറുണ്ട്. വളരെ പ്രൊഫഷണലായിട്ട് ഞങ്ങളത് ചെയ്യും. അത് ചെയ്യാനായിട്ട് കുറേയധികം എസ്പെഷ്യലി ഡിമാറ്റ് അക്കൗണ്ടിൽ കുറേയധികം സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്ന കുറേയധികം മലയാളീസ് ഞങ്ങളുടെ ഈ ഓപ്ഷൻ റൈറ്റിങ്ങിൻ്റെ റെക്കമെൻഡേഷൻസ് എടുത്ത് അന്നൊരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്ന രീതിയിൽ അതിൽ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം പലരും ആ തേഴ്സ്ഡേയിൽ മാത്രം ഈ ട്രേഡ് മാത്രം ചെയ്യുന്ന കുറേയധികം പേരുണ്ട്. അപ്പോൾ ആ ഓപ്ഷൻ റൈറ്റിങ്ങിൻ്റെ ഏറ്റവും റിസ്ക് കുറഞ്ഞ ടൈമും അതുപോലെ തന്നെ ആ ഡേയും സെലക്ട് ചെയ്ത് അതിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പൊസിഷൻസും എല്ലാം മനസ്സിലാക്കിയതിന് ശേഷം ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു മെത്തേഡിൽ ട്രേഡ് ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് ആ പ്രോഫിറ്റ് ലഭിക്കുന്നത്. അല്ല ജസ്റ്റ് ഒരു ടൈമിൽ തന്നെ തെറ്റിയാൽ അതിൽ ഹെവി ആയിട്ടുള്ള ലോസസ് വരാനുള്ള
പ്രോബബിലിറ്റി ഉണ്ട്. ഇപ്പോൾ നമുക്ക് ഈ ബാങ്ക് നിഫ്റ്റിയുടെ ഓപ്ഷനിൽ തന്നെ കാണാം, നമുക്ക് ഞങ്ങളത് 12:30 റൈറ്റ് ചെയ്ത് 10 പ്രോഫിറ്റ് ബുക്ക് ചെയ്തതിന് ശേഷം വീണ്ടും 60 അത് ബൗൺസ് ചെയ്ത് വരുന്നത് കാണാം അല്ലേ. അപ്പോൾ ഈവൻ ലാസ്റ്റ് ₹1 പോലെ എടുക്കാനായിട്ട് നമ്മൾ നിൽക്കുകയാണെങ്കിൽ ഒരു പക്ഷേ വീണ്ടും നമ്മൾ 60 അവിടെ നിന്ന് വീണ്ടും 120 പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. പക്ഷേ നമ്മൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഒരു 60 റൈറ്റ് ചെയ്യുന്ന ഓപ്ഷൻ ഒരു 30-11 താഴെ വരുമ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് 60 നമ്മളൊരു 100 പോയാൽ അതിന് സ്റ്റോപ്പ് ലോസ് പലപ്പോഴും കീപ്പ് ചെയ്യാന്നുണ്ടെങ്കിലും ആ സ്റ്റോപ്പ് ലോസിനെ നമ്മൾ റിവൈസ് ചെയ്ത് 30 60 കൊണ്ടുവന്ന് അതിന് താഴെ വന്ന് നമ്മളൊരു 10 വരുമ്പോൾ പലപ്പോഴും നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് പോകുന്നു. അപ്പോൾ അതിൻ്റെ റിസ്ക് മാനേജ് ചെയ്യാനും കൂടെ നമ്മൾ കൃത്യമായിട്ട് പഠിക്കണം. അത് അറിഞ്ഞുകൊണ്ട് വേണം കൃത്യമായിട്ട് അത് ചെയ്യാനായിട്ട്. ഇപ്പോൾ നമ്മൾ അതുപോലെ നമുക്ക് കഴിഞ്ഞ വീക്കിൽ നമുക്ക് കൃത്യമായിട്ടൊരു റീബൗണ്ട് കണ്ടൊരു സ്റ്റോക്കാണ്. നല്ല രീതിയിലുള്ള സെയിൽസ് ഫിഗേഴ്സ് വന്നതിന് ശേഷം അതുപോലെ തന്നെ ബ്രെക്സിറ്റിൽ വരുന്ന കുറച്ച് പുരോഗതികളും കാരണം ആയിരിക്കണം ടാറ്റ മോട്ടോഴ്സിൽ കുറച്ച് ഒരു റീബൗണ്ട് നമ്മൾ കുറച്ച് ദിവസമായിട്ട് കാണുന്നുണ്ട്. നമുക്കറിയാം 112 ലെവലിൽ നിന്നൊക്കെയാണ് ഇപ്പോൾ റീബൗണ്ട് വരുന്നത്. നമുക്ക് ചാർട്ടിൽ കൃത്യമായിട്ട് കാണാൻ സാധിക്കും. ഒരു 190 ലെവലിൽ നിന്നും വന്ന ഒരു ഷാർപ്പ് സെൽ ഓഫാണ് ടാറ്റ മോട്ടോറിന് 106 വരെയൊക്കെ നമുക്കറിയാം. അതിൽ താഴെ ലെവലിലുള്ള സ്വിംഗ് പൊസിഷൻസ് അതിൽ മാർക്ക് ചെയ്തിരിക്കുന്നതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. 106 വരെയൊക്കെ വന്നിരിക്കുന്നത്. അതിനുശേഷമുള്ള റീബൗണ്ട് ഇപ്പോൾ കഴിഞ്ഞ വീക്കിൽ ടാറ്റ മോട്ടോർ ക്ലോസ് ചെയ്തിരിക്കുന്നത് 175 ലെവലിലാണ്. ഈ ഒരു അപ് ട്രെൻഡ് വരും ദിവസങ്ങളിൽ കണ്ടിന്യൂ ചെയ്ത് ഒരു 200 ലെവലിലേക്ക് ടാറ്റ മോട്ടോഴ്സ് റീബൗണ്ട് ചെയ്യുമെന്ന് തന്നെയാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ടാറ്റ മോട്ടോഴ്സിൽ വലിയൊരു ക്വാണ്ടിറ്റി അല്ല എങ്കിലും ഒരു നമുക്കൊരു 5% കൂടുതൽ നമ്മുടെ ക്യാപിറ്റലിൻ്റെ വരാത്ത രീതിയിലുള്ള ഒരു റിസ്ക് നമുക്കതിലെടുത്തുകൊണ്ട് ഒരു 200 ടാർഗറ്റ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുള്ളൂ. അതിന് മുകളിലേക്കുള്ള ഒരു ടാർഗറ്റ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുമില്ല. അതുകൊണ്ട് തന്നെ ടാറ്റ മോട്ടോഴ്സിൽ ഒരു ഷോർട്ട് ടൈമിലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് കൺസിഡർ ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു സ്റ്റോക്കാണ്. അതുപോലെ കഴിഞ്ഞ ദിവസത്തിൽ യെസ് ബാങ്കിൽ ഒരു ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നു എന്നുള്ളൊരു ന്യൂസ് ലഭിച്ചപ്പോൾ നമ്മൾ കാണുകയുണ്ടായി. ഈ ചാർട്ടിൽ കാണാൻ നമുക്ക് യെസ് ബാങ്കിൻ്റെ സ്റ്റോക്ക് ഓൾമോസ്റ്റ് ഒരു 70 വരെയും കഴിഞ്ഞ വീക്കിൽ ഒരു ഹൈ സെറ്റ് ആയിക്കൊണ്ടായി. അന്ന് ഇൻട്രാഡേയിൽ ഞങ്ങൾക്കും ഓൾമോസ്റ്റ് ഒരു 62 രൂപീസിന് അത് ഞങ്ങളെടുത്ത് 68 ഞങ്ങളത് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുകയുണ്ടായി. ഇൻട്രാഡേയിൽ കുറേയധികം നല്ല പ്രോഫിറ്റ് നേടാനും ഞങ്ങൾക്ക് സാധിക്കുകയുണ്ടായി. അപ്പോൾ പലപ്പോഴും ഒരു ന്യൂസ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കത് പ്രോഫിറ്റ് നേടാനും സാധിക്കാറുണ്ടല്ലോ. അപ്പോൾ അത് അന്ന് ഇൻട്രാഡേയിൽ ഞങ്ങളൊരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യുകയുണ്ടായി. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലും നമ്മൾ യെസ് ബാങ്കിനെ കുറിച്ച് സംസാരിക്കുകയുണ്ടായി. യെസ് ബാങ്കിൽ വളരെ ഓവർസോൾഡ് ലെവലിലാണ്. കുറച്ച് റിസ്ക് എടുത്തുകൊണ്ട് പോലും നമുക്കതിൽ പ്രോഫിറ്റ് കുറച്ച് ലോങ് ടൈം ഹോൾഡ് ചെയ്യാവുന്ന രീതിയിലുള്ളവർ സംബന്ധിച്ചിടത്തോളം അങ്ങനെ റിസ്ക് എടുക്കാവുന്നൊരു സമയമാണ് എന്നുള്ളൊരു കാര്യം നമ്മളത് സമയം നമുക്ക് ഇങ്ങനെയുള്ളൊരു ഷാർപ്പ് റാലിയിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനും ഒരിക്കലും യെസ് ബാങ്കിൽ മടി കാണിക്കരുത്. ഇപ്പോൾ കഴിഞ്ഞ ഫ്രൈഡേയിൽ വന്നിരിക്കുന്ന റിസൾട്ട് യെസ് ബാങ്കിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ഓൾമോസ്റ്റ് ഒരു 600 crores ലോസാണ് കഴിഞ്ഞ ക്വാർട്ടറിൽ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പറയുകയുണ്ടായി ഇങ്ങനെയുള്ളൊരു ലോസിൻ്റെ റിപ്പോർട്ട് ചെയ്യുന്നത് കുറച്ച് സമയം കൊണ്ട് അത് കണ്ടിന്യൂ ചെയ്യാനുള്ള പ്രോബബിലിറ്റി ഉണ്ട്. അത് ആൻറ്റിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് ആ സ്റ്റോക്ക് ഇത്രയധികം നമുക്കറിയാം 29 വരെയും പോവുകയുണ്ടായില്ല താഴെ. അപ്പോൾ അടുത്ത വീക്കിൽ ഒരു പക്ഷേ ഈ സ്റ്റോക്ക് കുറേ കൂടി വീണ്ടും ഒരു ഷാർപ്പ് സെൽ ഓഫിലൂടെ കടന്നു പോകാനുള്ള പോസിബിലിറ്റിയാണ് ഈ ലോസ് വന്നിരിക്കുന്നതുകൊണ്ട് ഡിക്ലെയർ ചെയ്തുകൊണ്ട് Q2 ലോസ് ഡിക്ലെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യേണ്ടത്. എന്നാലും പക്ഷേ അടുത്ത് വീണ്ടും ഒരു 50 അതിന് താഴെ ലെവലിൽ വരുമ്പോൾ യെസ് ബാങ്ക് വാങ്ങുകയാണെങ്കിൽ ഞാൻ യെസ് ബാങ്കിൽ ഇപ്പോൾ പുറത്തുനിന്നുള്ള പല ഇൻസ്റ്റിറ്റ്യൂഷൻസും ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള താല്പര്യം കാണിക്കുകയും അവരതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുകയും എസ്പെഷ്യലി സിംഗപ്പൂർ ഗവൺമെൻറ് പോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവരെല്ലാം ഇൻവെസ്റ്റ്മെൻറ്റിന് ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് ഒരു 98 വരെയെങ്കിലും ഒക്കെ റീബൗണ്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. പക്ഷേ പലപ്പോഴും ഒരു ന്യൂസ് ബേസ്ഡ് ആയിട്ടുള്ള മൂവ്മെൻറ്റ്സ് ആണ് ഇപ്പോൾ നടക്കുന്നത്. റിയൽ ആയിട്ടുള്ള കമ്പനിയുടെ ബാങ്കിൻ്റെ പെർഫോമൻസിലേക്ക് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് പീരീഡ് ഹോൾഡ് ചെയ്യാനും അതേസമയം ഓരോ റാലിയിലും പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് വീണ്ടും താഴെ എൻ്റർ ചെയ്യാനും കുറച്ച് റിസ്കി ആയിട്ടുള്ള ട്രേഡ്സ് എടുക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം യെസ് ബാങ്കും വീണ്ടും അടുത്ത ഫുൾ ബാക്കിൽ ഈ റിസൾട്ട് പുവർ പെർഫോമൻസ് ആയിട്ടുള്ള Q2 റിസൾട്ട് വരുന്നതുകൊണ്ട് വരും ദിവസങ്ങളിൽ ഒരു കറക്ഷൻ വരികയാണെങ്കിൽ വീണ്ടും എൻ്റർ ചെയ്യുകയും അടുത്ത റാലിയിലേക്ക് വീണ്ടും 80 ലെവലിലേക്കുള്ള ഒരു റാലിയിൽ തന്നെ ഒരു പാർട്ടെങ്കിലും പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് ഒരു 98 വരെ ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്തുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാവുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് കൺസിഡർ ചെയ്യാം. പക്ഷേ യെസ് ബാങ്കിൽ വളരെ വലിയ ഫ്ലക്ച്വേഷനുള്ള സ്റ്റോക്കാണ്. അതുകൊണ്ട് തന്നെ കൺസർവേറ്റീവ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് ആരും തന്നെ യെസ് ബാങ്കിൽ തൊടേണ്ട കാര്യമില്ല. പക്ഷേ ഹൈ റിസ്ക് ആയിട്ടുള്ള ട്രേഡ്സ് അതുപോലെ തന്നെ ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് കൺസിഡർ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം
അവരെ നല്ല സെൽ ഓഫിലും യെസ് ബാങ്കിൽ എൻട്രി ചെയ്യുകയും ഹയർ ലെവൽസിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനും കൺസിഡർ ചെയ്യാവുന്നൊരു സ്റ്റോക്കാണ് യെസ് ബാങ്ക്. അതുപോലെ നമുക്ക് വരുന്ന അടുത്ത വീക്കിൽ ടെക്നിക്കൽ ബ്രേക്കൗട്ടുള്ള സ്റ്റോക്കുകൾ നോക്കാം. ഈ സ്റ്റോക്കുകൾ ആണ് ടാറ്റ മോട്ടോഴ്സ്, SBI, മണപ്പുറം ഫിനാൻസ്, മോത്തിലാൽ ഓസ്വാൾ, SBI ലൈഫ്, സൺ TV, TVS മോട്ടോഴ്സ്, അതുപോലെ തന്നെ ആക്സിസ് ബാങ്ക് എന്നീ സ്റ്റോക്കുകൾ. ഈ സ്റ്റോക്കുകൾ ട്രേഡിങ്ങിനുള്ളതാണ്, ഇൻവെസ്റ്റ്മെൻറ്റിനുള്ളതല്ല. താങ്ക് യു.